ഹായ്, ഞാൻ ആന്റണി ജോബി, ഓൾ ഇന്ത്യ റാങ്ക് 350. ഇപ്പോൾ NIT കാലിക്കറ്റിൽ BArch പഠിക്കുന്നു. ബി പ്ലാൻ, ബി ആർക്ക്, ബി ഡിസൈൻ എന്താ വ്യത്യാസം? ബി പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ലാർജ് സ്കെയിലാണ്. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നമുക്ക് ഒടുക്കത്തെ ഫ്രീഡമാണ്. ഓക്കെ, നമുക്കിങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ പണിയും. എന്ത് ഷേപ്പിലുള്ളതാണെങ്കിലും ഇപ്പോൾ ജാഹദ് ഇതിനെ പോലെ കുറേ അവരുടെ ബിൽഡിങ്സ് ഒക്കെ കണ്ടാൽ നമ്മൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഗാലറിയുടെ ഉള്ളിൽ ഇരിക്കാൻ പറ്റി. എന്നെ പുള്ളി റൈഡിനും കൊണ്ടുപോയിട്ട് റൈഡിനും കൊണ്ടേ റൈഡ്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദിസ് അടിപൊളി വീഡിയോ. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ബി ആർക്കിനെ പറ്റിയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ വീഡിയോ. കുറേ ആൾക്കാർക്ക് ജെയിനെ പറ്റി അറിയാം, നീറ്റിനെ പറ്റി അറിയാം, കോമൺ ആയിട്ടുള്ള എല്ലാ കോഴ്സസിനെ പറ്റി അറിയാം. പക്ഷേ ആർക്കിടെക്ട്, എങ്ങനെ ഒരു അടിപൊളി ആർക്കിടെക്ട് ആവാം, എങ്ങനെ നിങ്ങൾക്ക് ഒരു ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ത്യയിൽ പഠിച്ച് ഒരു ബെസ്റ്റ് ആർക്കിടെക്ട് ആവാമെന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഫ്രണ്ട് ആന്റണി ജോബി എൻ്റെ സ്കൂളിൽ പഠിച്ചു, എൻ്റെ ക്ലാസ്സിലായിരുന്നു. ഇപ്പോൾ NIT കാലിക്കറ്റിൽ ബി ആർക്ക് ചെയ്യുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 350 മേടിച്ചതാണ് JEE പേപ്പർ 2. അപ്പോൾ വെൽക്കം ആന്റണി. താങ്ക് യു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ആന്റണി ഇവിടെ വന്നിരിക്കുന്നത് ബി ആർക്കിനെ പറ്റി പറയാനാണ്. ബി ആർക്ക് എടുത്ത് എന്താണ് ചെയ്യാൻ പറ്റുക, എന്താണ് ഇതിനുള്ള എക്സാം. കുറേ ആൾക്കാർ JEE പേപ്പർ മെയിൻ ആണെന്ന് വിചാരിച്ചിരിക്കുന്നത്. അതല്ലാണ്ട് വേറൊരു JEE പേപ്പർ ഉണ്ട്, അതിൻ്റെ സീക്രറ്റ്സും എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിൽ എത്താമെന്ന് ആന്റണി പറഞ്ഞു തരുന്നതായിരിക്കും. സോ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, ഫസ്റ്റ് എൻ്റെ ഫ്രണ്ടാണ്, എൻ്റെ സ്കൂളിലാണ്, നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പോൾ ഇപ്പം എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് പഠിക്കുന്നത്? ഓക്കെ, ഞാൻ ഇപ്പം NIT കാലിക്കറ്റിൽ BArch 4th ഇയർ ചെയ്തുകൊണ്ടിരിക്കുക. 4th ഇയർ കഴിഞ്ഞു, പിന്നെ 5th ഇയറിലേക്ക് പോകും, എൻ്റെ ഫൈനൽ ഇയർ. BArch എല്ലാവർക്കും അറിയാൻ തോന്നുന്നു 5 years ആണ്. നോർമൽ എഞ്ചിനീയറിംഗ് പോലെ 4 years അല്ല. വി ഹാവ് എൻ അഡീഷണൽ ഇയർ, 5th ഇയർ കൂടി. അപ്പം ബി ആർക്ക് എന്ന് പറയുമ്പോൾ 5 year കോഴ്സ്. 5 year കോഴ്സ്. BTech ഒക്കെ 4 വർഷം, ഇത് 5 year കോഴ്സ്. അപ്പം എന്താണ് ഈ BTech ആയിട്ട് വ്യത്യാസം, ഈ ബി ആർക്ക് എന്ന് പറഞ്ഞാൽ? BTech ആയിട്ട് ബേസിക്കലി കുറേ ഇതിൽ വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പഠിത്തത്തിൻ്റെ രീതിയിൽ, പിന്നെ കോഴ്സിൽ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പം എല്ലാവരും വിചാരിക്കും ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ട് പ്രിറ്റി മച്ച് സെയിം ആയിരിക്കും, BTech ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗ് എടുക്കുന്ന പോലെ സെയിം ആണെന്ന് വിചാരിക്കും. പക്ഷേ കുറേ ഭാഗത്തിൽ ഡിഫറൻസ് ഉണ്ട്. ബേസിക്കലി നമ്മൾ പഠിക്കുന്നത് എങ്ങനെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ആവട്ടെ, ഇപ്പം ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ ഏത് തരത്തിലാവും. ഇറ്റ് ക്യാൻ ബി എ ഷോപ്പിംഗ് മാൾ, റെസിഡൻസിൽ നിന്ന് തുടങ്ങി ഷോപ്പിംഗ് മാൾസ്, അല്ലെങ്കിൽ ബിഗ് ഹോസ്പിറ്റൽസ്, വലിയ കോംപ്ലക്സസ്, എങ്ങനെ വേണമെങ്കിലും പോകാം. അപ്പോൾ അത് ഡിസൈൻ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു ആർക്കിടെക്ട് ചെയ്യുന്ന മെയിൻ സംഭവം. സിവിൽ എഞ്ചിനീയർ. ഓക്കെ, അപ്പം സിവിൽ എഞ്ചിനീയർ വരുമ്പോൾ അതിന്റെ സ്ട്രക്ചർ ആയിരിക്കും അവർ ചെയ്യുക. ബേസിക്കലി അത് എങ്ങനെ എത്ര ഇപ്പം നമ്മൾ അറിയാൻ തോന്നുന്നു, എല്ലാവർക്കും ആർക്കിടെക്ചർ എടുക്കുന്ന എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ബീംസ്, കോളംസ്, അങ്ങനെ ഫൗണ്ടേഷൻസ് കാര്യങ്ങളൊക്കെയാണ് എല്ലാം ഒരു ബിൽഡിംഗ് പ്രിറ്റിമച്ച് നിൽക്കണേ. അപ്പം അതാണ് ബേസിക്കലി സിവിൽ എഞ്ചിനീയേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം അതാണ് തമ്മിലുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഇന്റീരിയേഴ്സ്, കാണാൻ രസമുള്ള എല്ലാ കാര്യങ്ങളും ആർക്കിടെക്ട്. നോട്ട് ജസ്റ്റ് ദാറ്റ്, ബേസിക്കലി ഒരു യൂസർ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത്, അവരുടെ നീഡ്സ് എങ്ങനെ കേറ്റർ ചെയ്യാൻ പറ്റും. ആർക്കിടെക്ചർ പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ ലൈക്ക് ഹൗ കെൻ വി മേക്ക് ദറ്റ് സ്പേസ് മോർ യൂസബിൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ യൂസർ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എക്സാമിനറുടെ ഓഫീസ് ആണെങ്കിൽ സ്റ്റുഡിയോസ് വേണം, ഫാക്കൽറ്റിക്ക് പഠിക്കാൻ സ്ഥലം വേണം, റെക്കോർഡ് ചെയ്യാൻ കുറച്ച് സ്ഥലം വേണം, അങ്ങനെയൊക്കെ പേഴ്സണലൈസ്ഡ് ആയിട്ട്. അതെ, കുറച്ചുകൂടിയും ആ യൂസറിന് കേറ്റർ ചെയ്യുന്ന നീഡ്സ്, അതിന് വേണ്ട എല്ലാ എക്യുപ്മെന്റ്സ്, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു സ്ട്രിക്ട് സിലബസ് അല്ല, നിങ്ങൾ വേറെയും കുറെ എക്സ്ട്രാ പഠിക്കാനുണ്ട്. സ്ട്രിക്ട് സിലബസിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ടച്ച് അപ്പോൺ എ ലോട്ട് ഓഫ് സബ്ജക്ട്സ്. ഓക്കെ, ഇപ്പം എഞ്ചിനീയറിംഗ് ആണെങ്കിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇതിലായിരിക്കും ബേസിക്കലി ഓൾമോസ്റ്റ് എവറി എഞ്ചിനീയറിംഗ് കോഴ്സ് ഫൗണ്ടേഷൻ ഉണ്ടാവുക. ഞങ്ങൾക്ക് അത് മാത്രമല്ല, വി ടച്ച് അപ്പോൺ എ ലോട്ട് ഓഫ് തിങ്സ് ആസ് വെൽ. ഇപ്പം നമ്മൾ 8th ക്ലാസ്സിലൊക്കെ മറന്നുപോയി ജോഗ്രഫി ഒക്കെ പഠിക്കേണ്ടി വരും. നമ്മുടെ അലൂവിയൽ സോയിൽ ഇതൊക്കെയാണോ, എല്ലാം പഠിക്കേണ്ടി വരും. അവിടെ ഒരു ബേസിക്കലി നമ്മൾ പഠിച്ചിറങ്ങി ഒരു ആർക്കിടെക്ട് ആയി കഴിയുമ്പോൾ വി കാൻ ഡിസൈഡ് വെയർ നമ്മൾ പറയാൻ പോകുന്നത്. നമ്മുടെ ക്ലയന്റ് അനുസരിച്ചും നമ്മുടെ ഓരോ സ്പെസിഫിക് നീഡ് അനുസരിച്ച് നമ്മുടെ സൈറ്റ് ക്യാൻ വേരി. അപ്പൊ ആ സൈറ്റിനെ കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവണം. അപ്പൊ ഹൗ ഡസ് എ സൺ ട്രാവൽ, ലൈറ്റ് എങ്ങനെ എഫക്ട് ചെയ്യും ആ പെർട്ടിക്കുലർ ബിൽഡിങ്ങിൽ, അപ്പൊ വിച്ച് ഇസ് ദ ബെസ്റ്റ് ഓറിയന്റേഷൻ ടു ഹാവ് എ ബെസ്റ്റ് ഡിസൈൻ. ഡോർ എവിടെ വെക്കണം, വിൻഡോ എവിടെ വെക്കണം. ഇപ്പൊ നമ്മൾ കയറുന്ന സ്ഥലത്ത് 2 ഡോർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ചിലപ്പം അപ്പുറത്ത് വരുന്ന ആൾ പിടിച്ചു എന്ന് വരും. അപ്പം ഈച്ച് ആൻഡ് എവറി സിംഗിൾ തിങ് ഒരു ആർക്കിടെക്ട് ആദ്യമേ നേരത്തെ കാണും. അപ്പൊ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഡിസൈനിങ് ഒരു ഭംഗിയുള്ള ബിൽഡിംഗ്, അത് മാത്രമല്ല നമ്മൾ that is a big thing ഒരു ആർക്കിടെക്ചർ നമ്മൾ പഠിക്കുമ്പോൾ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് മേക്കിംഗ് ബിൽഡിങ്സ് ഫാൻസി അല്ലെങ്കിൽ അപ്പീലിംഗ് ആവേണ്ട ഇത് മാത്രമല്ല, അതൊരു ചെറിയൊരു പോയിന്റ് ആണ്. എസ്തെറ്റിക്സ് ഇസ് വൺ ഓഫ് ദ ബിഗ് തിങ്സ് ഇൻ ആർക്കിടെക്ചർ, എസ്തെറ്റിക്കലി പ്ലീസിങ് ആവുന്നത്.
പക്ഷെ അത് മാത്രമല്ലാതെ ഒരു യൂസറിനെ എങ്ങനെ ഈ ഒരു പർട്ടിക്കുലർ സ്പേസ് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, വിച്ച് ഇസ് ദ ബെസ്റ്റ്. വർഷങ്ങൾ ജീവിക്കാൻ പോകുന്ന ഒരാൾക്കല്ല ഓഫീസിൽ എക്സാക്ട്ലി വളരെ യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് ഒരു ഇപ്പം പറയാൻ പറ്റില്ല, ഇപ്പം സപ്പോസ് ഇപ്പം ഈ പർട്ടിക്കുലർ ഓഫീസ് അല്ലെങ്കിൽ ഒരു വീടാണെങ്കിൽ തന്നെ എപ്പോഴും നമുക്ക് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു സെയിം വീടാകുമ്പോഴത്തേക്ക് ചെറിയ കസ്റ്റമൈസേഷൻ എന്തെങ്കിലും ഒന്ന് ചെയ്തൊന്നും വരില്ല. അപ്പോൾ യു ഓൾവേസ് ലീവ് ദാറ്റ് സ്പേസ്. അപ്പം ആ ഒരു ആസ്പെക്റ്റും കൂടെ ഞങ്ങൾ നോക്കും, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെയാണ് കവർ ചെയ്യുന്നത്. അപ്പോൾ ആ സിലബസിന്റെ കാര്യം പറഞ്ഞു വന്നത്, നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പം കളർ സൈക്കോളജീസ് പഠിക്കാനുണ്ടാവും. ഹൗ ഡസ് എ പർട്ടിക്കുലർ റൂം, ആ റൂമിന്റെ മൂഡ് എങ്ങനെ എഫക്ട് ചെയ്യണം. ഇപ്പം നമ്മളൊരു ഓഫീസ് കൊടുക്കുന്ന ലൈറ്റിംഗ് അല്ലെങ്കിൽ സ്റ്റുഡിയോ കൊടുക്കേണ്ട, ഇപ്പം ഇവിടുത്തെ എക്സാമിനറിന്റെ കേസാണെങ്കിൽ തന്നെ സ്റ്റുഡിയോ കൊടുക്കേണ്ട ലൈറ്റിംഗ് അല്ല ഒരു നോർമൽ ഒരു ലൗഞ്ചിൽ അല്ലെങ്കിൽ കൊടുക്കേണ്ട, അങ്ങനെ കുറെ ആസ്പെക്ട്സ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ ഒരു ആർക്കിടെക്ട് എന്ന നിലയിൽ ഒരു യൂസറിനൊരു അല്ലെങ്കിൽ ഒരു ക്ലയന്റിന് സജഷൻസ് കൊടുക്കും. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോന്ന് ഡിസൈൻ ചെയ്ത് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് BRKന്റെ ഒരു ഷോർട്ട് വേർഷൻ അല്ല ഫുൾ വേർഷൻ മനസ്സിലായി. അപ്പം ഞാനും കുറെ കാര്യം വിചാരിച്ചത് മറ്റേ ബ്ലൂ പ്രിന്റിൽ പ്ലാൻ ഉണ്ടാക്കുന്നു, അടിപൊളി സ്റ്റൈലാക്കുന്നു, കഴിഞ്ഞു. അല്ല, അതൊന്നും ഒരു 1% ഉള്ളൂ. ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് നമ്മളിങ്ങനെ പറഞ്ഞ് ബിൽഡ് ചെയ്ത് വരുന്നത്. അതിന് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ദാറ്റ്സ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം ഫ്രം സ്ക്രാച്ച്, ഇപ്പം ലൈക്ക് വെരി എക്സ്പീരിയൻസ് ആർക്കിടെക്ട്സ്, ഇപ്പം ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്താണെങ്കിൽ തന്നെ ദാറ്റ്സ് എ ലോട്ട് ടു ലേൺ. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും. ബേസിക്കലി നമ്മളിപ്പോൾ വീട് പണിയുന്നോ അല്ലെങ്കിൽ എനി സ്ട്രക്ചർ ഫോർ എ പർട്ടിക്കുലർ ക്ലയൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൈക്ക് അയാളെ കുറിച്ച് പഠിക്കും, അയാളുടെ ഫാമിലിനെ കുറിച്ച് പഠിക്കും, അവിടെ വരുന്ന യൂസേഴ്സിനെ കുറിച്ച് പഠിക്കും. അപ്പം എന്നാലാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു എങ്ങനെ പറയും, ഇപ്പം ലൈക്ക് പ്രോപ്പർ പേഴ്സണലൈസ്ഡ് ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാം. നല്ലൊരു വീട്, എക്സാക്ട്ലി. വീട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നം പോലത്തെ ഒരു സംഭവം തന്നെയാണല്ലോ. അപ്പം മാക്സിമം പെർഫെക്ഷനോടെ ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ, ഇപ്പം ദാറ്റ് കംസ് ടു ഈവൻ ദ സ്മോളസ്റ്റ് തിങ്സ്. വിൻഡോയ്ക്ക് സില്ല് വരുന്നതാവണേ തന്നെ, വിൻഡോയ്ക്ക് ഏത് ഗ്രില്ല് വരണം, അപ്പം ഏത് ലൈറ്റ് വരണം, ഏത് ഫിറ്റിംഗ്സ് വരണം, ഈവൻ ടു ദ സ്മോൾ ടൈനിയസ്റ്റ് ഡീറ്റെയിൽ വരെ വി ഗോ ഇൻ ടു ദാറ്റ്. അതാണ് ഒരു ആർക്കിടെക്ട് എന്ന നിലയിൽ നമ്മുടെ ജോലിയുടെ പ്രൊഫൈലിൽ വരുന്നത്. അപ്പം ഇപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം ഐഡിയ മനസ്സിലായിട്ടുണ്ടോ എന്ത് ഒരു സ്കില്ല് വേണം ആർക്കിടെക്റ്റ് ആവാൻ. വെറുതെ വരയ്ക്കാൻ മാത്രം കഴിവ് പോരാ, നല്ല ഇതൊക്കെ മൊത്തം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ റെഡി ആയിരിക്കണം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി പേഷ്യൻസ് കുറച്ച് അധികം. കാരണം വി കാൻ സേ ഹൗ ഏത് രീതിയിലുള്ള ക്ലയൻസാണ് വരാൻ പോകുന്നത്. ഇപ്പം ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമുക്കറിയാം, കോളേജിലെത്തുമ്പോൾ വിൽ ലേൺ പേഷ്യൻസ്. കാരണം വിൽ ഹാവ് ടു ഗോ ത്രൂ മൾട്ടിപ്പിൾ റിവിഷൻസ്. കാരണം ബേസിക്കലി നമ്മൾ പറയുമ്പോൾ വാട്ട് എവർ വി ഡിസൈൻ മൈറ്റ് നോട്ട് ബി ദ ബെസ്റ്റ് തിങ് ഫോർ ദ അതർ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ക്ലയന്റിന്. അവർക്ക് ചിലപ്പം കുറച്ചും കൂടെ രീതിയിൽ അവരുടെ ഐഡിയ ചിലപ്പോൾ വേറെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു വീട് എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് വെരി സ്പെസിഫിക്. ഒരാൾക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് അവർക്ക് ആയിട്ട് ചില സ്പേസസ് വേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഓരോ പേഴ്സണൽ കാര്യങ്ങളാണല്ലോ. അപ്പോൾ വി കാൺ ജസ്റ്റ് സേ ദാറ്റ് ദിസ് ഇസ് വാട്ട് ഐ എം ഗോയിങ് ടു ഡിസൈൻ ഫോർ യു. അപ്പോൾ കുറേ റിവിഷൻസ് വരും. അപ്പം പേഷ്യൻസ് ഇസ് എ ബിഗ് തിങ്. യു ലേൺ ഇറ്റ്. നല്ല പഠിക്കാനുള്ള ആവശ്യമുള്ള സാധനം അധികം പഠിച്ചു വരും. ഒരു ക്വസ്റ്റ്യൻ എനിക്കുള്ളത്, നന്നായിട്ട് വരയ്ക്കാൻ അറിയണോ ഇത് ആർക്കിടെക്ചറിൽ പോയാൽ? പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്കറിയാം ആന്റണി നന്നായിട്ട് വരയ്ക്കുന്നത്. എൻ്റെ ബുക്കിലും എല്ലാവരുടെ ബുക്കിലും അടിപൊളിയായിട്ട് ഡൂഡിൽസ് ഒക്കെ വരയ്ക്കുന്നത്, എന്തെങ്കിലും ഡയഗ്രാം ഒക്കെ നമ്മൾ വരയ്പ്പിക്കുക ആന്റണീനെ കൊണ്ടാണ്. അപ്പോൾ വരയ്ക്കേണ്ട ഇങ്ങനെ എനിക്കിപ്പോൾ വരയ്ക്കാൻ അറിയില്ല, കഷ്ടമാണ് വരയ്ക്കാൻ. അപ്പോൾ ഞാൻ ആർക്കിടെക്ചറിൽ പോയാൽ പ്രശ്നമാണ്. ബാക്കി സ്കിൽസൊക്കെ താല്പര്യമുണ്ട്, എനിക്ക് വരയ്ക്കാൻ അറിയില്ല. വരയ്ക്കേണ്ടതെന്ന് പറയുന്നത് ഇസ് എ ഗുഡ് സ്കിൽ. ഞാൻ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മളൊരു ആളെ പ്രസന്റ് ചെയ്യുമ്പോൾ തന്നെ ഈവൻ ഇൻ കോളേജ് നമുക്കൊരു വരയ്ക്കേണ്ട ഒരു സ്കിൽ ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ഫോർ യു. പക്ഷെ ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ മോർ ദൻ വരയ്ക്കാൻ അറിയുന്നതിനേക്കാളും നമുക്ക് നന്നായി ഇമാജിൻ ചെയ്യാനുള്ളൊരു കഴിവ് മതി. ബേസിക്കലി നമ്മൾ എല്ലാം ഇരിക്കുന്നത് നമ്മുടെ ഇമാജിനേഷൻ തന്നെയാണ് എല്ലാം ഇരിക്കുന്നത്. നമ്മളൊരു പ്രോജക്റ്റ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ സ്പേസ് ഡിസൈൻ ചെയ്യാൻ കിട്ടുമ്പോൾ നമ്മുടെ ആ ഒരു കിട്ടുന്ന ആ സ്പേസിൽ ഹൗ കെൻ വി മേക്ക് ദറ്റ് മോർ അപ്പീലിംഗ്, അല്ലെങ്കിൽ എങ്ങനെ യൂസർ ഫ്രണ്ട്ലി ആക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ല. ആർക്കിടെക്ട് വിഷ്വലൈസേഷൻ അതാണ്, അത് നമ്മുടെ ഇമാജിനേഷനും എല്ലാം വരും. അപ്പൊ ഈ നമുക്ക് ചിലപ്പോൾ അത് പറ്റിയെന്ന് വരും, പക്ഷെ അത് നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ഒരു ക്ലയന്റ് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫസർ അവർക്ക് വരുമ്പോൾ നമ്മളതെങ്ങനെ കൺവേ ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ റൈറ്റ് നൗ അറിയാം എല്ലാവർക്കും അതിൻ്റെതായ സോഫ്റ്റ്വെയർസ് അറിയാം. ഇപ്പൊ വി ഹാവ് റെവിറ്റ്, ഓട്ടോക്യാഡ്, അങ്ങനത്തെ ഇഷ്ടംമാതിരി സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഉണ്ട് ഡിജിറ്റലി വരയ്ക്കാൻ. ഞാൻ പറഞ്ഞ അതല്ലാതെ നമുക്ക് പേപ്പറിലും വേണമെങ്കിൽ വരച്ച് കാണിക്കാം. അപ്പം റെപ്രസെന്റേഷൻ ഇസ് ദ ബേസിക് സ്കിൽ ദാറ്റ് വി നീഡ് ആസ് എൻ ആർക്കിടെക്ട്. അപ്പം ഇത് നമ്മൾ കൺവേ ചെയ്യേണ്ട മാത്രമാണ് ഉദ്ദേശമുള്ളൂ. അപ്പൊ ഇറ്റ് ഇസ് നെവർ ഇത് ദാറ്റ് യു നീഡ് ടു നോ ഡ്രോയിങ്. അറിയെങ്കിൽ കുറച്ച് ഹെൽപ്ഫുൾ, ഇറ്റ്സ് ബെറ്റർ. കാരണം നമുക്ക് ഒരു സ്കെച്ച് നമ്മൾ ബുക്കിൽ കാണുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ, ഒരു എഫക്ട് ഉണ്ടല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു ക്ലയന്റ് നിൽക്കുമ്പോൾ നമ്മൾ പറയും ഓക്കെ ദിസ് ഇസ് വാട്ട് യു നീഡ്. അപ്പൊ ഞാൻ ഒരു സ്റ്റാക്കേജ് അല്ലെങ്കിൽ ഒരു ഡിസൈൻ ഞാൻ വരച്ച് കാണിക്കാം, ഇതാണോ നിങ്ങൾക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ കുറച്ച് ഇംപ്രസിംഗ് സംഭവം കാണും. നമ്മളത് നല്ലോണം പഠിച്ചേക്കേണ്ട ഒരു സ്കില്ല. അപ്പം ഫസ്റ്റ് ഇംപ്രഷൻ അല്ലെങ്കിൽ
ആ ഒരു പ്രസന്റേഷൻ സ്കില്ലിൽ തന്നെ കുറെ ആൾക്കാർ നമുക്ക് അപ്പം ഈ വരയ്ക്കുന്ന സ്കില്ല് നമ്മൾ വിചാരിക്കുന്നത്, ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അത് ഇൻബോൺ ടാലന്റ് ആണ്. അതാണോ അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? ടു എൻ എക്സ്റ്റെന്റ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, പക്ഷെ ചിലവർ ആർ ഗിഫ്റ്റഡ്. സം പീപ്പിൾ ആർ ആ ഒരു കോമ്പോസിഷൻ ഗിഫ്റ്റഡ് ആണ്, ഇൻബോൺ ടാലന്റും എല്ലാം കൂടി ആയിട്ട് മിക്സ് ആണ്. അങ്ങനെ ലൈക്ക് അത് ഡെവലപ്പ് ചെയ്ത് വരേണ്ട ഒരു സ്കില്ല. നമുക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഒരു ഫീൽഡിൽ ഒരിക്കലും ഗ്രോ ചെയ്യാൻ പോകുന്നില്ല. വിൽ ഓൾവേസ് ഹാവ് ടു ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. നമ്മൾ എപ്പോഴും ഒരു ലേണിംഗ് കർവ് തന്നെയാണ്, ലേണിംഗ് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കോളേജിലാണെങ്കിൽ തന്നെ വിൽ ഓൾവേസ് ബി ഇൻസ്പയർഡ് ബൈ സംതിങ്. അപ്പം ലൈക്ക് നോട്ട് ജസ്റ്റ് കോപ്പിങ് അല്ല ഞാൻ പറയുന്നത്, പക്ഷേ ലൈക്ക് ബേസിക്കലി ഓരോരുത്തരുടെ പ്രസന്റേഷൻ രീതികളാണ് തന്നെ നമ്മളത് കാണുമ്പോൾ ഓക്കെ ദിസ് ഇസ് നൈസ്, ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ കൻ ഇംപ്ലിമെന്റ് നമ്മുടെ രീതിയിൽ. അപ്പം അതൊരു പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഒരു ആർട്ട് പോലെ അല്ലേ? ആർട്ട് തന്നെയാണ്. നമ്മളിപ്പം ബി ഡിസൈൻ പഠിക്കുന്നതാണെങ്കിൽ തന്നെ ഒരു സെപ്പറേറ്റ് ഒരു വേർഷൻ തന്നെയാണ്. കുറച്ചും കൂടെ നമ്മൾ ഇതിലേക്ക് വരുന്നു, ലൈക്ക് സ്ട്രക്ചേഴ്സ് അങ്ങനത്തേലേക്ക് ഫോക്കസ് ചെയ്താണ് ആർക്കിടെക്ചർ വരുന്നത്. ഓക്കെ. ഇനി എനിക്കറിയാനുള്ളത്, എല്ലാവർക്കും അറിയാനുള്ളത്, നമ്മൾ JEE പേപ്പർ 1 എഴുതിയാൽ, JEE മെയിൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും എഞ്ചിനീയറിംഗിന് വേണ്ടി IIT NIT-യിലും IIITയിലും JEE പേപ്പർ 1 എഴുതുന്നു, എഞ്ചിനീയറിംഗിന് പോകുന്നു. ഇനി ഇതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർക്ക് അറിയില്ല. നമ്മൾ പഠിക്കുന്ന സമയത്തും നമ്മുടെ ബാച്ചിലൊക്കെ 1-2 കുട്ടികൾ ഈ പേപ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്കറിയുന്നതായിട്ട്. അപ്പം JEE പേപ്പർ 2 ഹൗ ഇസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം JEE പേപ്പർ 1 ആൻഡ് അതിനുവേണ്ടി എങ്ങനെ പ്രിപ്പറേഷൻ വ്യത്യാസം ഉണ്ടാവുക? ഓക്കെ, പ്രിപ്പറേഷൻ വൈസ് നോക്കുമ്പോൾ നമ്മൾ JEE പേപ്പർ 1 ഫോക്കസ് ചെയ്യുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് 3 സബ്ജക്റ്റ്. അതെ. JEE പേപ്പർ 2 വരുമ്പോൾ ആർക്കിടെക്ചറിന് വരുന്ന പരീക്ഷ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിൽ ഹാവ് മാത്തമാറ്റിക്സ്, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ ഒരു ഡ്രോയിങ് ടെസ്റ്റും കൂടി ഉണ്ട്. അപ്പം ഇതാണ് 3 ടെസ്റ്റ് ഉണ്ടാവുന്നത്. ഇതിൽ 2 ഫിസിക്സ് കെമിസ്ട്രി ഇല്ല. കുഴപ്പമില്ല, പക്ഷേ നെസസറി ആണ് അഡ്മിഷൻ കിട്ടുമ്പോൾ. വി നീഡ് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വേണം. ഓക്കെ, ബേസിക്കലി +1 +2 ഫിസിക്സ് കെമിസ്ട്രി മാത്സ് പഠിക്കണം. എൻട്രൻസിന് മാത്സും ആപ്റ്റിറ്റ്യൂഡും ചോദ്യങ്ങൾ വരുന്നത് അതിൻ്റെ അകത്ത്. പണ്ട് എനിക്ക് തോന്നുന്നു കുറച്ച് സമയം മുമ്പ് വരെ കൊമേഴ്സ് എടുത്തവർക്കും ആർക്കിടെക്ചർ പഠിക്കാനുള്ളത്, കാരണം മാത്തമാറ്റിക്സ് എന്നൊരു ക്രൈറ്റീരിയ മാത്രമേ ഉണ്ടായിരുന്നു. അപ്പം പഠിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ലേറ്റ്ലി മാറ്റിയിട്ടുണ്ട്. സിലബസും അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് ഒന്നും മാറിയിട്ടുണ്ട്. അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വേണം, +2 പഠിക്കണം, അപ്ലൈ ചെയ്യണം തന്നെ, JEE അപ്ലൈ ചെയ്യണം തന്നെ. JEE അപ്ലൈ ചെയ്യണം, കാരണം അപ്ലൈ ചെയ്താലാണല്ലോ പിന്നെ പരീക്ഷ എഴുതാൻ പറ്റും. അപ്പം പേപ്പർ 2 വരുന്നത് മാത്സ്, ആപ്റ്റിറ്റ്യൂഡ്, ഡ്രോയിങ്. ഇതിൽ മാത്സും ആപ്റ്റിറ്റ്യൂഡും ഇസ് എൻ ഓൺലൈൻ ടെസ്റ്റ്. നമ്മൾ നോർമൽ JEE കമ്പ്യൂട്ടർ ടെസ്റ്റ് പോലെ തന്നെ MCQs പോലെ തന്നെയാണ്. 4 ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതെ, അത് ഈ JEE മെയിനിന്റെ സെയിം പാറ്റേൺ അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഇസ് ദ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാ? സെയിം ക്വസ്റ്റ്യൻസ് അല്ല, പക്ഷേ സെയിം നമ്മൾ പഠിക്കുന്ന പോലെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ JEE മെയിനിന്റെ പ്രിപ്പറേഷൻ. ഞാനത് പറയാൻ വരുന്നല്ലോ, ഐ കം ടു ദാറ്റ് ടോപ്പിക്. പക്ഷേ മാത്തമാറ്റിക്സ് ഇസ് എ വെരി ബിഗ് തിങ്. നോർമൽ JEE പേപ്പർ 1 പ്രിപ്പയർ ചെയ്യുന്ന പോലെ തന്നെ മാത്തമാറ്റിക്സ് പഠിക്കണം. മാത്തമാറ്റിക്സ് സൈഡിൽ നിന്ന് ഡ്രോയിങ് അറിയാന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ കുറച്ച് പാടായിരിക്കും നമുക്ക് അഡ്മിഷൻസിന്റെ കാര്യങ്ങളൊക്കെ. ഇനി ആപ്റ്റിറ്റ്യൂഡിൽ എന്താണ് വരിക? ആപ്റ്റിറ്റ്യൂഡിൽ വരുമ്പോൾ പറഞ്ഞു തരാൻ ഇച്ചിരി പാടായിരിക്കും, പക്ഷെ ബേസിക്കലി അതൊരു വിഷ്വലൈസേഷൻ ടെസ്റ്റ് ആണ്. ഇങ്ങനെ കുറെ ഷേപ്സ് ഉണ്ടാവും, ഒരു 3D ഷേപ്പ് വന്നിട്ട് ഈ ആംഗിൾ ഇത് ഇങ്ങനെ ഉണ്ടാവും. ഈ ഗൂഗിളിൽ ചിലപ്പോൾ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ റോബോട്ട് ആണോ? അതെ, റോബോട്ട് ആണ് ടെസ്റ്റ് ചെയ്യുന്ന സംഭവം തന്നെ. ലൈക് ചിലവർക്ക് കിട്ടും, ചിലവർക്ക് കിട്ടില്ല. അത് ഈ വിഷ്വലൈസേഷൻ സ്കിൽ ഉള്ളവർക്ക് അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ്. അപ്പം ബേസിക്കലി നമുക്കൊരു 3D ഷേപ്പ് അല്ലെങ്കിൽ ഒരു ഫിഗർ തരും, ഇതിനകത്ത് എത്ര ലൈൻ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പ് കാണുമ്പോൾ ഇപ്പൊ നമ്മൾ ഒരു ക്യൂബിന്റെ ഒരു കോർണർ ആയിരിക്കും നമുക്ക് തരും. അപ്പൊ ആ കോർണർ നോക്കുമ്പോൾ മറ്റേ സൈഡിൽ നമുക്ക് എന്താണ് കാണാൻ പറ്റും. പിന്നെ ഷാഡോ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ഷാഡോസ് ഒക്കെ ഉണ്ടാവും, അങ്ങനെ കുറെ ഇതുണ്ടാവും, എവിടെയൊക്കെ ഷാഡോസ്, അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ്. ഈ ഫീൽഡിന് ആവശ്യമുള്ള ക്വസ്റ്റ്യൻ അത് നമുക്ക് വെറുതെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇവർക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് വെറുതെ സാമ്പിൾ എടുത്ത് നോക്കിയാൽ ഓൺലൈനിൽ ഇഷ്ടംമാതിരി അവൈലബിൾ ആണ്. അപ്പം അതൊക്കെ നോക്കിയാൽ സുഖമായിട്ട് കിട്ടാനുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആപ്റ്റിറ്റ്യൂഡിന് വരുന്നത്. ഇങ്ങനെ സീക്വൻസ് വന്നിട്ട് വാട്ട് ഇസ് ദ നെക്സ്റ്റ് തിങ് ദാറ്റ് ഇസ് ഗോയിങ് ടു കം, ഒരു ഷേപ്പ് വന്നിട്ട് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ആപ്റ്റിറ്റ്യൂഡ് വരുന്നത്. പിന്നെ വരുന്ന ഡ്രോയിങ് ടെസ്റ്റ്. ഡ്രോയിങ് ടെസ്റ്റിൽ ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ ആണ് വരാറ്. അത്രേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് 1 hour, എനിക്ക് തോന്നുന്നു 45 minutes 1 hour എന്ന് തോന്നുന്നു. ഡ്രോയിങ് കോമ്പറ്റീഷൻ പോകുന്ന പോലെ തന്നെ അത്രയൊക്കെ കളറിംഗ് ഉണ്ടാവും, ഒരു കോമ്പസിഷന്റെ ഉണ്ടാവും. അത് ഓഫ്ലൈൻ പോയി എഴുതണം. അത് ഓഫ്ലൈൻ സെയിം ഡ്യൂറേഷൻ തന്നെ, നമുക്ക് 3 hours തന്നെ കിട്ടും. ഇത്ര ടൈം കഴിയുമ്പോൾ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും മാക്സും ക്ലോസ് ആവും. പിന്നെ വി ഹാവ് ദാറ്റ് പേപ്പറും കളേഴ്സ് ഒക്കെ തരും. നമുക്ക് കളേഴ്സ് ഒക്കെ നമ്മൾ തന്നെ കൊണ്ടുപോകണം, പക്ഷെ പേപ്പർ അവർ തരും. ആ തരുന്ന പേപ്പറിൽ തന്നെ നമ്മൾ വരച്ചുണ്ടാക്കണം. ക്വസ്റ്റ്യൻ അവർ പറയുന്നത് അതൊന്ന് പറഞ്ഞു. ക്വസ്റ്റ്യനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമുക്ക്
എനിക്ക് വന്നിരുന്ന ക്വസ്റ്റ്യൻ ഒരു കോമ്പോസിഷൻ ഉണ്ടാക്കാനായിരുന്നു. ഇപ്പം ദിൽ ഗിവ് ഇത്ര റെക്ടാങ്കിൾസ് അല്ലെങ്കിൽ ഇത്ര സ്ക്വയർസ് വെച്ചിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് കോമ്പോസിഷൻ ഉണ്ടാക്കാൻ പറയും. അബ്സ്ട്രാക്ട് ആർട്ട് പോലെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും സീനറി പോലെ? എനിത്തിങ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻസ് വായിച്ചോളൂ, ഞാൻ പറയുന്നത് അങ്ങനെയല്ല, യു ഹാവ് ടു റീഡ് ദ ക്വസ്റ്റ്യൻസ്. പക്ഷേ ക്വസ്റ്റ്യൻസ് അനുസരിച്ചിരിക്കും. അപ്പം ബേസിക്കലി നമുക്ക് ക്വസ്റ്റ്യൻ പറയും ആബ്സ്ട്രാക്ട് ആയിട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള പോലെ വരയ്ക്കാനാണോ, അങ്ങനെയൊക്കെ പറയും. അല്ലാണ്ട് 2 മലയും അതിന്റെ ഇടയ്ക്ക് ഒരു വീടും സൂര്യനും അതുപോലെ അത് നന്നായി വരയ്ക്കാന്ന് അറിയാവുന്ന ആൾക്കാരൊക്കെ നന്നായിട്ട് വരയ്ക്കണം. നമ്മൾ സാധാരണ ആൾക്കാർ വരയ്ക്കുന്ന പോലെ വരയ്ക്കില്ല. ഞാൻ അതിന് ഒരു വീട്ടിൽ ഇങ്ങനെ റോഡൊക്കെ ഓക്കെ ക്യാൻ ബി നമ്മുടെ ഇതനുസരിച്ച്. അപ്പൊ നീ എഴുതിയപ്പോ ഒരു കോമ്പോസിഷൻ ആയിരുന്നു എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത്. പിന്നെ എനിക്കുണ്ടായിരുന്നത് ഡ്രോ എ ഫേവറേറ്റ് പേഴ്സൺ ആയിരുന്നു. അപ്പം അതൊരു വരച്ചേ അല്ല എന്നല്ല വരച്ച ഫേവറേറ്റ് ആയിരുന്നു വേറെ ആൾക്കാർ. ഓക്കെ. അപ്പം എനിക്ക് അങ്ങനെ ഒരു പോർട്രേറ്റ് വരയ്ക്കാനായിരുന്നു. അപ്പം ബേസിക്കലി കുറെ ട്രിക്സ് ഉണ്ട് ഇതില്. ദേ ആർ നോട്ട് ഗോയിങ് ടു നോ നമ്മുടെ ആ ഫേവറേറ്റ് പേഴ്സൺ എങ്ങനെ ഇരിക്കുന്നതെന്ന്. അത് ശരിയാ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ മുഖം നമുക്ക് വൃത്തിയിൽ വരയ്ക്കാൻ പറ്റും. അറിയുന്ന ആളെ ഞാൻ അങ്ങ് വരച്ചു. ദാറ്റ് ഈസ് വാട്ട് ഐ ഡിഡ്. അല്ലാണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ആള് അയ്യോ അമ്മേനെ ഇങ്ങനെ വരയ്ക്കണം, അമ്മേനെ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ പ്രശ്നം കാണാൻ പോകുന്നില്ല. ഓക്കെ. അപ്പം അങ്ങനെ വരയ്ക്കുന്ന സ്കില്ലാണ് നോക്കുന്നത്. വരയ്ക്കുന്ന സ്കില്ലാണ്, അല്ലാണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് പേഴ്സണിന്റെ സ്കില്ലല്ല. പിന്നെ വേറെ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഞാൻ എഴുതിയപ്പോ തന്നെ ഉണ്ടായിരുന്നത് പെർസ്പെക്റ്റീവ് ആയിരുന്നു. ഇപ്പം ലൈക്ക് അറിയാൻ തോന്നുന്നു 1 point 2 point 3 point 4 point പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് 4 പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ റീൽ കാണുന്ന വരയ്ക്കുന്നത്. ഇങ്ങനെ റോഡൊക്കെ 3D നമ്മുടെ ഈ ലെൻസസ് ഉപയോഗിക്കുന്ന രീതി എക്സ്പേർട്ട് ആയി കഴിഞ്ഞപ്പോ തന്നെ പഠിച്ചു. എനിക്ക് BRK സർട്ടിഫിക്കറ്റ് വേണം. പറഞ്ഞോളൂ. അപ്പം ഇങ്ങനെ തന്നെ അപ്പം ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും. ബേസിക്കലി നമ്മുടെ ഈ ക്യാമറയിലൊക്കെ ഫോട്ടോഗ്രാഫി അറിയാവുന്ന ആൾക്കുണ്ടാവും. ലെൻസസ് ഉപയോഗിക്കുന്നില്ല, ഫിഷ് ഐ ലെൻസ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഉണ്ടാവും. അതെ, എല്ലാം ഉണ്ടാവും. 360 ക്യാമറസ് ഉപയോഗിക്കുമ്പോൾ അപ്പം അങ്ങനത്തത് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ക്യാമറ നോക്കുന്നതും ഈ ക്യാമറ നോക്കുന്നതും ഈ ക്യാമറ നോക്കുന്നതും ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്, എല്ലാം ഡിഫറൻസസ്. അത് നമ്മൾ ക്യാമറ അറേഞ്ച് ചെയ്യുന്ന രീതി ഉണ്ടാവും. മേ ബി എല്ലാം കൂടി ഒരു പോയിന്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് 1 point. അപ്പം അതൊക്കെ നമുക്ക് പിന്നെ ഡീറ്റെയിൽ എപ്പോഴെങ്കിലും. പക്ഷെ അങ്ങനെയാണ് ബേസിക്കലി ക്വസ്റ്റ്യൻസ് വരിക. ലൈക്ക് വീൽ ഹാവ് ടു ഡ്രോ കോമ്പോസിഷൻ. നമുക്ക് പറയും ചിലപ്പം ഒരു സ്കൂളിനെ വരയ്ക്കാൻ, എനിക്ക് വന്നത് ഒരു സ്കൂൾ വരയ്ക്കാനാണ് സെയിം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് സ്കൂൾ വരയ്ക്കുക, അല്ലെങ്കിൽ അത് ഇന്ന പോയിന്റിൽ വരയ്ക്കുക. ചിലപ്പം കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിരിക്കും, ലൈക്ക് ഒന്നും പറയലുണ്ടാവില്ല. ഇറ്റ്സ് ജസ്റ്റ് ക്വസ്റ്റൻ ഇസ് ജസ്റ്റ് ഡ്രോ യുവർ സ്കൂൾ, അല്ലെങ്കിൽ ഒരു കോമ്പോസിഷൻ വരയ്ക്കാനായിരിക്കും ഇൻ പെർസ്പെക്റ്റീവ്. അപ്പോൾ ഇതിനും പ്രോപ്പറായി പ്രിപ്പയർ ചെയ്യണ്ട ശരിക്കും പറഞ്ഞാൽ. ഇത് ഞാൻ പറഞ്ഞത് there is no fixed way to answer these questions. ഈ സിലബസ് പോലെ നമുക്ക് പാറ്റേൺ ഒന്നുമില്ല. ഡ്രോയിങ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ലൈക്ക് ഇതാണ് വരാൻ പോകുന്നത്. പക്ഷേ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് ആണ് ഈ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഫിഗർ. മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഒരു ഹ്യൂമൻ ഫിഗർ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കും. there are certain proportions. നമ്മുടെ കണ്ണിന്റെയും ഈ വര ഒരു സർക്കിൾ വരച്ചിട്ട് അത് കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ഒരു വര വരയ്ക്കുമ്പോൾ നമ്മുടെ കണ്ണും ചെവിയുടെയും ലൈൻ ചിലപ്പം ഒരേ ലൈനിലായിരിക്കും. അപ്പം അങ്ങനെ കുറെ ചില കാര്യങ്ങൾ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ആണ് അവർ നോക്കുന്നത്. ഇഫ് യുവർ പ്രൊപ്പോർഷൻ ഇസ് റൈറ്റ്. ഇപ്പം ഒരു മനുഷ്യൻ നമ്മൾ ആവറേജ് എടുക്കുന്ന 1.6 അല്ലെങ്കിൽ 1.5 മീറ്റേഴ്സ് ഹൈ ആണെങ്കിൽ അതിന് നേരെ ഇരട്ടി വരുന്നല്ലോ ഒരു ബിൽഡിംഗ് 3 meters. അപ്പം അത് ദേ വിൽ കമ്പയർ. അപ്പം അങ്ങനത്തെ ഒരു കമ്പാരിസൺ ലൈക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരച്ചു. വലിയ മനുഷ്യൻ, കുഞ്ഞു ബിൽഡിംഗ്, വലിയ മരം, അത് പറ്റില്ല. വണ്ടിനേക്കാളും വലിയ ബസ്സിനേക്കാളും വലിയ മനുഷ്യന്മാർ വരച്ച മനസ്സിലായി ആ ഒരു ഇത് മനസ്സിലാവും. അതും നോക്കും. പിന്നെ നിങ്ങൾ വരച്ചതിന്റെ ക്വാളിറ്റിയും നോക്കും. അത് നമ്മുടെ പെൻസിൽ സ്ട്രോക്സ് ആണെങ്കിൽ തന്നെ കുറെ നിപ്പിക്ക് ചെയ്ത് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അങ്ങനത്തെ കുറെ ഡീറ്റെയിൽസ് നോക്കും. ഹൗ ഡു വി ഡ്രോ ദാറ്റ് പെർട്ടിക്കുലർ ഇത്. അപ്പം JEE പേപ്പർ 2 അപ്പോൾ നമുക്കൊന്ന് സമറൈസ് ചെയ്യാം. മാത്സ് പഠിക്കണം, JEE പേപ്പർ പോലെ തന്നെ, മെയിൻ 1 പോലെ തന്നെ. പിന്നെ നിങ്ങൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അതും കൂടുതൽ ഈ ആർക്കിടെക്ചർ, ഡ്രോയിങ് ആൻഡ് പെർസ്പെക്റ്റീവ് ഒക്കെ ബേസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ആൻഡ് തേർഡ് നമുക്ക് വരുന്നത് ഡ്രോയിങ്. ഇത് JEE പേപ്പർ 2A. പണ്ട് വേറെ പേപ്പർ പേപ്പർ 2 ആയിരുന്നു. പിന്നെ പേപ്പർ 3 എന്ന് പറഞ്ഞ ഒരു പരീക്ഷയും കൂടി. ബി പ്ലാനും ബി ഡിസൈനും ആണെന്ന് തോന്നുന്നു. അതെ, ബി പ്ലാനിംഗ് ആയിരുന്നു. ഞാൻ എഴുതുമ്പോൾ ബി പ്ലാനിംഗ് ആയിരുന്നു എക്സാമിന്റെ പേര്. ഞാൻ എഴുതിയത് 4 years ബാക്ക് ആയിരുന്നു പരീക്ഷ. റൈറ്റ് നൗ ഇൻ മൈ 5th year. അപ്പം കുറച്ച് ഇനി BRKനെ പറ്റിയിട്ട്, BRK എഴുതിയിട്ട് ഏറ്റവും ബെസ്റ്റ് കോളേജസ് പോകാനുള്ള ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓക്കെ, അതൊരു ഇൻട്രസ്റ്റിംഗ് സംഭവമാണ്. കാരണം നമ്മൾ JEE എഴുതി കഴിഞ്ഞാൽ NITs IITs ഒക്കെ കയറാം. ഇപ്പം NIT ഖരഗ്പൂർ ഉണ്ട്, അവിടെ കയറാം. അതുപോലെ തന്നെ NIT കാലിക്കറ്റ്. ഇപ്പം ഓർഡറിൽ പറയുകയാണെങ്കിൽ NIRF റാങ്കിങ് നമുക്ക് നോക്കിയാൽ അത് എവറി ഇയർ അത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതൊരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വി കെൻ സി. ഇപ്പം ഞങ്ങളുടെ NIT കാലിക്കറ്റ് ഇസ് നമ്പർ 2 ഇൻ ദ ഹോൾ കൺട്രി. അപ്പം അവിടെ കയറിയാൽ തന്നെ വീൽ നീഡ് ഇച്ചിരി നല്ല റാങ്ക് വേണം. കാരണം NITs നോക്കുമ്പോൾ ഇറ്റ്സ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് NIT കാലിക്കറ്റ്. അതുപോലെ തന്നെ
NITs, IITs, ട്രിപ്പിൾ ITs എനിക്കൊന്നും തോന്നില്ല. പക്ഷേ there are some colleges. അപ്പം വളരെ ബേസിക്കലി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് വരും. അതിൽ NIT കാലിക്കറ്റ് വൺ ഓഫ് ദി ബെസ്റ്റ് ടോപ്പ് തന്നെ NIRF റാങ്കിങ് വെച്ച് നോക്കുമ്പോൾ ഇസ് ദ NITs ബെസ്റ്റ് ആണ്. ഫോർ ദ പാസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് ഞങ്ങൾ തന്നെയാണ് ബെസ്റ്റ് ആയിട്ടുള്ളത്. ഇച്ചിരി ഇതോടെ ജാഡയോടെ തന്നെ പറയണം കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് കേരളത്തിലൊരു കുട്ടിക്ക് കാലിക്കറ്റിൽ വന്നിട്ട് ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ചർ സ്റ്റുഡൻ്റ് ആവും ഏറ്റവും ബെസ്റ്റ് കോളേജിൽ. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഇവിടെ ഒരാൾ നിൽക്കുന്നത്. അപ്പം ബെസ്റ്റ് കോളേജസ് ഈ IIT NITs. ഓക്കെ. ഇനി ഇപ്പൊ നേരത്തെ പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് വന്നു. ഞാൻ ഈ ബി ഡിസൈൻ കേട്ടിട്ടുണ്ട്, ഈ സെപ്റ്റ് എന്ന് പറഞ്ഞ കോളേജ് കേട്ടിട്ടുണ്ട്, പിന്നെ വേറെ ഏതൊക്കെ SPS, പിന്നെ വേറെയും കുറേ ഇല്ലേ? കുറേ ഉണ്ട്, ഇഷ്ടംമാതിരി കോളേജസ് ഉണ്ട്. നിഫ്റ്റിലൊക്കെ അത് പഠിപ്പിക്കില്ലല്ലോ? നിഫ്റ്റിൽ ആർക്കിടെക്ചർ അല്ല, ലെഫ്റ്റ് ഇസ് ഫാഷൻ ഡിസൈൻ. ഓക്കെ. പിന്നെ NID-യിലും പ്രോഡക്റ്റ് ഡിസൈൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസൈൻ ഡിസൈൻ കോഴ്സസ് ആണ് NID-യിൽ വരിക. ബി പ്ലാൻ, ബി ആർക്ക്, ബി ഡിസൈൻ എന്താ വ്യത്യാസം ബേസിക്കലി ഒന്ന് പറഞ്ഞല്ലോ? ആർക്കിടെക്ചർ എന്ന് പറഞ്ഞു വരുമ്പോൾ കുറച്ചും കൂടെ ഇറ്റ്സ് അബൌട്ട് വൺ പെർട്ടിക്കുലർ സ്ട്രക്ചർ. ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു കൊമേഴ്ഷ്യൽ കോംപ്ലക്സ്, എന്തെങ്കിലും ഒരു ടൈപ്പോളജി ആവും, ഒരു ഹോസ്പിറ്റൽ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. ബി പ്ലാനിംഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ലാർജ് സ്കെയിലില്, ചിലപ്പോൾ ഒരു സിറ്റി ആവാം, അല്ലെങ്കിൽ ഒരു urban ഹബ് ആവാം, വില്ല പ്രോജക്ട് മൊത്തം അങ്ങനെയൊക്കെ. വില്ല ആർക്കിടെക്ചർ ആണ് അത് ബേസിക്കലി. പക്ഷെ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്പേസസ് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ബി ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ ലൈക്ക് ഓരോന്നും ഓരോ സ്പെഷ്യലൈസേഷൻ ഉണ്ട്. പ്രൊഡക്റ്റ് ഡിസൈൻ എടുക്കുന്ന ആൾക്കാരുണ്ട്, ട്രാൻസ്പോർട്ട് ഡിസൈൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഓട്ടോമൊബൈൽ, നമ്മൾ വണ്ടികളൊക്കെ ഡിസൈൻ ചെയ്യുന്ന രീതിയിലൊക്കെ പോകാം. പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ, എൻ്റെ ഒരു കസിൻ ഉണ്ട്, ഒരു ബാഗ്, ഇയർഫോൺ, സോപ്പ് പോലെ എന്താണ് ബേസിക്കലി എന്ത് കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും പ്രൊഡക്ട്സ് ആണ്. ഇപ്പൊ നമ്മൾ വണ്ടിയിൽ വെക്കുന്ന ഫോൺ ഹോൾഡർ, വാച്ച് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ഈ വാച്ചിന്റെ ഒരു ക്രൗൺ അല്ലെങ്കിൽ ഈ സ്ക്രൂ വരെ കാര്യങ്ങളൊക്കെ പ്രൊഡക്റ്റ് ഡിസൈനിൽ വരുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഇപ്പൊ കുറെ കാണാം, നമ്മളിങ്ങനെ കുറെ ഹോൾഡേഴ്സ്, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതൊക്കെ പ്രൊഡക്റ്റ് ഡിസൈനിൽ ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ പ്രൊഡക്റ്റ് ഡിസൈൻ ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷെ എന്ത് കാര്യങ്ങളും ആവും. നമ്മുടെ ഫോണുകളിൽ ഡിസൈൻ ചെയ്യുന്നത് അതൊക്കെ ഒരു ഡിസൈൻ ഭാഗത്തിൽ വരും. ബി ഡിസൈൻ ഭാഗം അത് NITs-ലുണ്ടോ അല്ലെങ്കിൽ ഈ NID and NIFT-ലാണ് കൂടുതൽ? NID and NIFT കോളേജസിലാണ് ഇതിൽ. ഇതും നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കോളേജസ് തന്നെയാണ്. അപ്പം അവിടെയാണ് ബി ഡിസൈൻ കോഴ്സസ് ഉള്ളത്. ഡിസൈൻ ബേസ് കോഴ്സസ് ഒക്കെ അവിടെയാണ്. കാരണം ആർക്കിടെക്ചർ കുറച്ചും കൂടി ഒരു ടെക്നിക്കൽ സംഭവം ആയതുകൊണ്ടാണ് അത് NITs-ൽ വരാൻ കാരണം, IITs-ലും വരാൻ കാരണം. മറ്റേത് NID ആണല്ലോ, ഡിസൈൻ ആണ്, പ്രോപ്പർലി ഡിസൈൻ ഓറിയന്റഡ് കോഴ്സാണ് അത്. സെപ്റ്റിന്റെ കാര്യം പറഞ്ഞു വന്നത്, സെപ്റ്റ് ഇസ് ഓൾസോ ആർക്കിടെക്ചർ, അതും ഒരു ഡിസൈൻ ഓറിയന്റഡ് കോളേജ് തന്നെയാണ്. അഹമ്മദാബാദിലാണ് വരുന്നത്. സെപ്റ്റ് കുറച്ചും കൂടെ ആർക്കിടെക്ചർ, അവരുടെ പഠന രീതിയെ ഡിഫറെൻറ്റാണ്, പഠിപ്പിക്കുന്ന രീതിയെ ഡിഫറെൻറ്റാണ്. SPS ഉണ്ട്, സ്കൂൾ ഓഫ് പ്ലാനിങ് ആൻഡ് ആർക്കിടെക്ചർ. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് നമ്മളെ ബി പ്ലാൻ എന്ന് പറയുന്ന കോഴ്സാണ് കേട്ടോ. അപ്പം അതിൽ MPlan ഉണ്ടാവും, MArch പഠിക്കുന്ന പോലെ തന്നെ മാസ്റ്റർ ഇൻ പ്ലാനിങ് കൂടിയും പഠിക്കാം. MArch ഉണ്ട്. ഇതുപോലെ തന്നെ ആർക്കിടെക്ചർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പ്ലാനിങ്ങും പഠിക്കാം. ആ ഒരു ഫീൽഡിലേക്കും ചാടാൻ പറ്റും. MPlanലേക്കും പഠിച്ചതാണ്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, സെപ്റ്റില് പഠന രീതി ഡിഫറെന്റാ, കുറച്ചും കൂടി ഡിസൈൻ ഓറിയന്റഡാ. അവരുടെ ക്ലാസ്സസ് നമുക്ക് ലൈക്ക് കുറച്ചൊന്ന് കൊതിയാവും. ഞങ്ങള് NIT-യിൽ പഠിക്കുമ്പോഴും സെപ്റ്റി പഠിക്കുമ്പോഴും ലൈക്ക് അവരുടെ വേ ഓഫ് പ്രസന്റേഷൻസ് അല്ലെങ്കിൽ അവരുടെ കോളേജിന്റെ ഒരു വേറെ തന്നെ ഒരു കുറച്ച് സ്പെഷ്യലാണ്. കാരണം അവരുടെ രീതികളും പഠന രീതികളും ഒക്കെ കുറച്ച് ലൈക്ക് അത് കണ്ടാലേ മനസ്സിലാവുള്ളൂ. വളരെ നല്ല കോളേജാണ്, എല്ലാം വളരെ നല്ല കോളേജ്, വൺ ഓഫ് ഭയങ്കര റെപ്യൂട്ടഡ് കോളേജാണ്. ഇഷ്ടംമാതിരി ഫേമസ് ആർക്കിടെക്ട്സ് പാസ് ഔട്ട് ആയ കോളേജാണ്. ഉണ്ട്. പിന്നെയുണ്ട് സർ JJ കോളേജ്, മുംബൈയിലുള്ള ഒരു കോളേജ് ഉണ്ട്. അങ്ങനത്തെ കുറെ കോളേജസ് ഉണ്ട്. അപ്പം ഈ സെപ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറെ ഫേമസ് ആർക്കിടെക്ട്സ് പഠിച്ച കോളേജാണ്. അപ്പം അവിടെ പഠന രീതികൾ ഡിഫറെൻ്റ് ആണ്. ബേസിക്കലി ഇൻ ഷോർട്ട് പറയുകയാണെങ്കിൽ NITs കുറച്ചും കൂടി ടെക്നിക്കലാണ്, SPS കുറച്ചും കൂടി ഡിസൈൻ ഓറിയന്റഡ് ആണ്. ഡിസൈൻ ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ആർക്കിടെക്ചറലി ഇൻഡെപ്ത് ആയിട്ട് പോകും. നമ്മൾ കുറച്ചും കൂടി ടെക്നിക്കലി ഡെപ്തിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫീൽഡ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി പ്രോപ്പർ റിസർച്ച് ചെയ്യണം. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായി. എനിക്ക് ഒരിക്കലും ഇതിൻ്റെ ഡിഫറൻസ് അറിയില്ലായിരുന്നു. ഇനി നിങ്ങൾക്ക് ഡിസൈൻ പ്ലാനിങ് ഇത് മനസ്സിലായി. ഈ കോളേജസിൻ്റെ ഓരോ അപ്രോച്ച് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ കുറേ വീഡിയോസ് കാണാം. കൂടുതൽ വീഡിയോസ് ആണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ കുറേ ആൾക്കാരെ കൊണ്ടുവരാം. എങ്ങനെ അടിപൊളി, എനിക്ക് കുറച്ചുകൂടി ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അവരെയും കൊണ്ടുവന്നിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് കോളേജസിൻ്റെ ഐഡിയ കിട്ടി. ഇപ്പം എല്ലാവരും JEE മെയിൻ പേപ്പർ 2 എന്താണെങ്കിലും എഴുതണം. അത് പോരാതെ ബാക്കി ഏതൊക്കെയാണ് അഡ്മിഷൻസ് വേണ്ട കോളേജ് നോക്കിയിട്ട് നോക്കാം. ഇപ്പോൾ JEE മെയിൻ പേപ്പർ 2-നെ പറ്റി നിങ്ങൾക്കറിയാം. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും എക്സാം പേപ്പറോ അല്ലെങ്കിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ കേരളയിൽ നോക്കുകയാണെങ്കിൽ, കേരളയിൽ ഇതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജസിൽ ആർക്കിടെക്ചർ പഠിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് നമുക്ക്. അപ്പം അതുപോലെ തന്നെ പ്രൈവറ്റ് കോളേജസ്, ഇന്ത്യയിലുള്ള എല്ലാ പ്രൈവറ്റ് കോളേജസിലും കയറിയാൽ തന്നെ ദർ ഇസ് വൺ മോർ എക്സാം, ഇറ്റ്സ് കോൾഡ് NATA. അപ്പം ഇതിലും ബേസിക്കലി സിലബസ് സെയിം ആണ്. ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, മാത്സ് ഉണ്ടാവും,
ഡ്രോയിങ് ഉണ്ടാവും. പക്ഷെ ഇതിൽ ഓരോ കോളേജസ് അക്സെപ്റ്റ് ചെയ്യുന്ന ഡിഫറെന്റ് ഇതിലാണ്, കട്ട് ഓഫ് ഉണ്ട്. ഇപ്പം കേരളയിലെ കോളേജസ് നോക്കുവാണെങ്കിൽ അവർ +2 മാർക്ക് എടുക്കും. +2 50% എടുത്തിട്ട് നാറ്റയുടെ ആക്ച്വലി ഈക്വൽ വെയിറ്റേജ് ആണ്, എന്നിട്ട് അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഒരു ടോട്ടൽ സ്കോർ ആണ്, അതിനനുസരിച്ചാണ് റാങ്ക് വരിക. അപ്പം നമുക്ക് കേരളയിലെ കോളേജസ് നോക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ ശ്രദ്ധിക്കുക, 4 കോളേജസ് ആണ് ആസ് ഓഫ് നൗ വരുന്നത്. ഒന്ന് CET, ഒന്ന് TKM, GEC, പിന്നെ RIT രാജീവ് ഗാന്ധി കോട്ടയത്തുള്ള. അപ്പം ഇവിടെ ഈ 4 കോളേജസിനാണ് ആസ് ഓഫ് നൗ ആർക്കിടെക്ചർ ഉള്ളത്, ഗവൺമെന്റ് കോളേജസ്, സ്റ്റേറ്റ് ഗവൺമെന്റ് കോളേജസ്. അപ്പം ഇവിടെ പഠിക്കണമെങ്കിൽ നമ്മൾ കീം വഴി അപ്ലൈ ചെയ്തിട്ട് നാറ്റ എന്നുള്ള എക്സാം എഴുതിയിരിക്കണം. അപ്പം നാറ്റയുടെ സ്കോറും +2 സ്കോറും കൂടെ ആഡ് ചെയ്തിട്ട് വരുന്ന ഒരു കോമൺ റാങ്ക് ലിസ്റ്റിലാണ് നമുക്ക് ഇത് വരുന്നത്, നമ്മുടെ അലോട്ട്മെന്റ് കിട്ടുന്നത്. കീമിനായിട്ട് സ്പെസിഫിക് ഒരു എക്സാം ഇല്ല, ജസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. പക്ഷേ അതെ, അപ്ലൈ ചെയ്തിട്ട് അതുവഴിയാണ് നമ്മുടെ അലോട്ട്മെന്റുകൾ വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി, ഗവൺമെന്റ് കോളേജ് ഫോർ എക്സാമ്പിൾ നമ്മുടെ JEE എഴുതുമ്പോൾ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ നിങ്ങൾ IIT NIT, അതേപോലെ കീം എഴുതുമ്പോൾ നിങ്ങൾക്ക് കേരള ഗവൺമെന്റ് കോളേജസ്, കേരള ആൻഡ് പ്രൈവറ്റ് കോളേജ്. ഈ സെപ്റ്റിലൊക്കെ കയറണമെങ്കിൽ നാറ്റോ സ്കോർ ആണ് നോക്കുക. അപ്പോൾ നാറ്റോ ഇമ്പോർട്ടന്റ് ആണ്, പേപ്പർ 2 ഇമ്പോർട്ടന്റ് ആണ്. ഡിപ്പെൻസ് ഓൺ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ, അലൻ സാറും പറഞ്ഞ പോലെ തന്നെ, നമ്മൾ ഏത് കോളേജാന്നുള്ളത് ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള പരീക്ഷകളാണ് നമ്മൾ എഴുതേണ്ടത്. ഇപ്പൊ ഇഫ് യു വാണ്ട് ടു സ്റ്റഡി ഇൻ NITs അല്ലെങ്കിൽ IITs പഠിക്കണമെങ്കിൽ പേപ്പർ 2 ആണ് എഴുതേണ്ടത്. ഇനി അതല്ല നമ്മൾ SPSും പേപ്പർ 2 ആയിട്ട് എഴുതേണ്ടത്. ഇനി അതല്ല സെപ്റ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് കോളേജ്, പ്രൈവറ്റ് കോളേജ്, കേരളത്തിലുള്ള ഗവൺമെന്റ് കോളേജസ് അല്ലെങ്കിൽ ബാക്കി എല്ലാ പ്രൈവറ്റ് കോളേജസ് വരുന്നത് നാറ്റയുടെ സ്കോർ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെയാണ് എൻട്രൻസ് എക്സാംസ് ഒക്കെ വരുന്നത്. ഇനി എല്ലാവർക്കും അറിയാൻ താല്പര്യമുള്ളത്, എങ്ങനെയാണ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക? ഇപ്പൊ JEE പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണോ, അല്ലെങ്കിൽ ആന്റണി എങ്ങനെ പ്രിപ്പയർ ചെയ്തത്? അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ പഠന രീതി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റാണ്, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട രീതികളും ഡിഫറെൻ്റ്. അപ്പം ഞാൻ വെയിറ്റേജ് വെച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മാത്സ് വളരെ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ. ഞാൻ അങ്ങനെ പറയുന്നതല്ല, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും ഡ്രോയിങ്ങിലും ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു സിമിലർ സ്കോർ വരാനുള്ള ഹൈ പോസിബിലിറ്റി ഉണ്ട് എക്സാംസ് എഴുതി വരുമ്പോൾ. അതിൽ തെറ്റ് കറക്റ്റ് ഒന്നും ഇല്ല, അതുകൊണ്ടാണ് ബേസിക്കലി നമുക്ക് ഒരാൾ അങ്ങനെ തെറ്റല്ല പറയാൻ പറ്റില്ല. നമ്മൾ വീട് വരച്ച് കഴിഞ്ഞാൽ വീടല്ലാന്ന് ആർക്കും പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മാത്സിൽ തെറ്റുണ്ട്, മാത്സിൽ തെറ്റും ശരിയുണ്ട്. അതിൽ നമ്മുടെ ഗ്രേഡുകൾ അതുപോലെ നല്ലോണം വേരി ചെയ്യാനുള്ള ഇതും കൂടി ഉണ്ട്. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഡ്രോയിങ്ങിൽ വരുന്ന ഇത് മാർക്ക് ചെയ്യുന്ന ക്രൈറ്റീരിയ ആ സ്കെയിൽ പ്രൊപ്പോർഷൻസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും ശരിയാവും, ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ. വിൽ ഹാവ് ടു വർക്ക് ഹാർഡ് ഫോർ ദാറ്റ്. നമ്മൾ മാത്സ് പഠിക്കാത്ത നിങ്ങൾ ഇത് മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ സ്കോർ, നമ്മുടെ റാങ്ക് നല്ലോണം ഡ്രോപ്പ് ആവും. മാത്സ് +1 +2 JEE സെയിം സിലബസ്. അതെ, സെയിം JEE പേപ്പർ 1 സെയിം സിലബസ് തന്നെയാണ് വരുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മാത്സ്. നമ്മൾ മാത്സ് ഓൾമോസ്റ്റ് ഒരു ഡിസൈഡിങ് ഫാക്ടറും കൂടിയാണ് ഈ പരീക്ഷ നോക്കുമ്പോൾ. കാരണം എല്ലാവർക്കും പെർസെൻറ്റൈൽ വെച്ച് നോക്കുകയാണെങ്കിൽ 94, 95 എല്ലാവർക്കും ആപ്റ്റിറ്റ്യൂഡിന് കിട്ടിയെന്ന് വരും. മാത്സിലാണ് പ്രശ്നം വരുന്നത്. പക്ഷെ ഡ്രോയിങ്ങിൽ ഇതുപോലെ തന്നെ 95, 99 വരെ കിട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ മാത്സ് ആണ് ഡിസൈഡിങ് ഫാക്ടർ. മാത്സ് ആണ് മെയിൻലി ഒരു ഡിസൈഡിങ് ഫാക്ടർ. കാരണം മാത്സിൽ നമുക്കൊരു 84 അല്ലെങ്കിൽ 85 അതിന് മേളിൽ തന്നെ കിട്ടിയാൽ തന്നെ, ലൈക്ക് നല്ലൊരു പെർസെൻറ്റേജ് കിട്ടിയാൽ തന്നെ നമ്മുടെ റാങ്ക് അങ്ങ് നല്ലോണം കയറും. കാരണം പെർസെൻറ്റേജ് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ അറിയും നമുക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന്, എങ്ങനെ ഹൗ ഡസ് ഇറ്റ് വർക്ക്, നമ്മുടെ റാങ്ക് എങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പഠിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ ലൈക്ക് മാത്സ് ആണ് ആ ഹോൾ ഡിസൈഡിങ് ക്രൈറ്റീരിയ. അപ്പം മാത്സ് നല്ലോണം പ്രിപ്പയർ ചെയ്യാം. ഞാൻ ശരിക്കും പറയാണ്, ആർക്കിടെക്ചർ പഠിക്കണമെങ്കിൽ, പ്രത്യേകിച്ച് NITs SPS ഒക്കെ പഠിക്കണമെങ്കിൽ ഈ മാത്സിന്റെ വെയിറ്റേജ് ഇച്ചിരി അധികം ഇമ്പോർട്ടൻ്റ്. കോളേജിൽ കയറിയ അതും കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം ഇറ്റ് ഡസന്റ് മേക്ക് സെൻസ് ഇൻ എ വേ. കാരണം ചില കോളേജസ് മാത്സ് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ഇപ്പൊ എന്റെ കോളേജിൽ മാത്സ് ഉണ്ടായിരുന്നു, ഒരു സെമസ്റ്റർ മാത്സ് പഠിക്കാനുണ്ടായിരുന്നു. കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് നമ്മൾ കോണിക് സെക്ഷൻസ് ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് വരിക. പക്ഷെ കുറെ കോളേജസിൽ, ഇപ്പം ഞാൻ അതാണ് പറഞ്ഞത്, ഇപ്പം ചിലപ്പോൾ നമുക്ക് കോളേജിൽ കയറി കഴിഞ്ഞിട്ട് മാത്സ് പഠിക്കാൻ താല്പര്യമില്ലാത്ത പിള്ളേരുണ്ട്. അപ്പൊ അങ്ങനത്തെ കോളേജസും കൂടി ഉണ്ട്. ആ കോഴ്സ് നോക്കി പോവാ ബേസിക്കലി. അതെ, നമ്മള് ചിലപ്പോൾ ഞാൻ പറഞ്ഞ SPSലൊക്കെ ചിലപ്പോൾ മാത്സ് ഉണ്ടാവില്ലായിരിക്കും. അപ്പൊ നിങ്ങളെ നോക്കി ചിലർക്ക് മാത്സ് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ +2 ചിലപ്പോൾ പഠിച്ച് നിങ്ങൾക്ക് നല്ല റാങ്ക് മേടിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ മാത്സ് വേണമെങ്കിൽ ഇല്ലാത്ത, നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ചൂസ് ചെയ്യാം. അതെ, അലോട്ട്മെന്റ് വരുമ്പോൾ നോക്കി ചൂസ് ചെയ്യാം. ഏത് എനിക്ക് ഈ കോളേജ് വേണ്ട, അപ്പം സെപ്റ്റ് താല്പര്യമുള്ളവർക്ക് സെപ്റ്റ് സെലക്ട് ചെയ്യാം, അല്ലാത്തവർക്ക് NIT സെലക്ട് ചെയ്യാം. നിങ്ങൾ അപ്പം ബേസിക്കലി നന്നായിട്ട് പഠിക്കാം. ഇനിയിപ്പോൾ മാത്സ് പറഞ്ഞു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിഫറബിളി ഇപ്പം +1 +2 നന്നായിട്ട് കഷ്ടപ്പെടുകയാണോ നല്ലത്, അല്ലെങ്കിൽ റിപ്പീറ്റിനെ പറ്റി ആലോചിക്കുകയാണോ നല്ലത്?
ഓക്കെ, എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ ഞാൻ +1 ഇച്ചിരി ഞാൻ CBSE ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഞാൻ ചുമ്മാ ഒരു ഈസി ഗോയിങ് ആയിരുന്നു. CBSE +1 മാർക്സ് കൂടില്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും സെയിം സിറ്റുവേഷൻ. +2 എത്തുമ്പോൾ ഭയങ്കര സീരിയസ് ആവും. നമ്മൾ കലോത്സവത്തിനും പോയി അടിച്ചു പൊളിച്ച് +1 +2 അങ്ങ് തകർത്തു. അപ്പം എനിക്ക് ആദ്യം കിട്ടിയപ്പം എനിക്ക് വേണ്ട കോളേജ് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാനൊരു ബ്രേക്ക്, ആദ്യം നല്ല പെർസെന്റേജ് കിട്ടി, പക്ഷെ ആ ടോപ്പ് ബെസ്റ്റ് കോളേജ് കിട്ടിയില്ല. എനിക്ക് വേണ്ടപ്പെട്ട കോളേജിൽ എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാനൊരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ടാണ് NIT കയറിയേക്കുന്നത്. ആ സമയത്ത് ഞാൻ നന്നായി ഫോക്കസ് ചെയ്തിരുന്നത് ഇതിലാണ്. ഇപ്പം ഡ്രോയിങ് എനിക്ക് കുറച്ചൊക്കെ അറിയായിരുന്നു, പക്ഷെ ഈ സ്കെയിൽ പ്രൊപ്പോർഷൻസിലൊക്കെ ചെറിയ ചെറിയ കറക്ഷൻസ് ഉണ്ടാവും, ടെക്നിക്കാലിറ്റീസ് പഠിക്കണം. അതെ, അപ്പം അത് പഠിച്ചിട്ട് ആപ്റ്റിറ്റ്യൂഡും ഒന്ന് സ്ട്രോങ് ആക്കിയപ്പം അതിലെനിക്ക് ഒരു പ്രോപ്പർ 90, 99 ഒക്കെ കിട്ടാൻ പറ്റുന്ന രീതിയിലൊക്കെ തറവായിട്ട് പോകും. എന്നിട്ട് മാത്സിലാണ് ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. ബേസിക്കലി പഠന രീതി, ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ കൂടെ ടച്ച് ചെയ്യണതിൽ പ്രോപ്പർ കൺസിസ്റ്റൻസിയാണ് മെയിൻ കീ. വാട്ട് എവർ യു ഡു കൺസിസ്റ്റന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും നല്ലൊരു കോളേജ് അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് കിട്ടും. ആന്റണി നേരത്തെ എന്നോട് പറയുന്നുണ്ടായിരുന്നു, അപ്പം ഇപ്പൊ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പണ്ട് പഠിച്ചപ്പം എപ്പോഴും ടോപ്പർ ഒന്നും ആയിരുന്നില്ല അല്ലേ റാങ്ക് ലിസ്റ്റിൽ? അല്ലേ, പക്ഷെ എന്തായിരുന്നു സീക്രട്ട്? എന്നിട്ടും കിട്ടിയല്ലോ റാങ്ക്. അതാണ്, എന്നിട്ടും കിട്ടിയത് സാധാരണ 50, 40 ഇങ്ങനെ ഏതെങ്കിലും കുട്ടികൾ പഠിക്കുന്നതിൽ ബെസ്റ്റ് അല്ല. ഓൾ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റിൽ 350 ആണ് കിട്ടിയത്. അപ്പോൾ ഓൾ ഇന്ത്യ റാങ്ക് 350 ആണ്. അപ്പോൾ അതെങ്ങനെ കിട്ടിയത്? മെയിൻ കൺസിസ്റ്റൻസി ആണ് മെയിൻ കീ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇപ്പം ഓരോരുത്തർക്കും ഓരോതായ പഠന രീതികളുണ്ടാവും. ചിലരിങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുന്നവരുണ്ടാവും. ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ കുറച്ചും കൂടെ റിലാക്സ്ഡ് ഇതായിരുന്നു. എനിക്ക് കുറച്ച് ഫ്രീ ടൈം വേണം. അപ്പം അതിനനുസരിച്ച് ഓൾവേസ് സ്പേസ് യുവർ സെൽഫ്. ഇത് ആർക്കിടെക്ചറിൽ കയറുമ്പോൾ തന്നെ ആണെങ്കിലും ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് യു നീഡ് ടു നോ. ചിലപ്പോൾ നമ്മൾ ആർക്കിടെക്ചർ കയറി തന്നെ വർക്ക് ഒരിക്കലും തീരില്ല. ഓൾവേസ് ദെൽ ബി വർക്ക്സ്. നമുക്ക് പ്രോജക്ട്സ് ആണെങ്കിൽ തന്നെ, ക്ലാസ് പഠിക്കുന്നതാണെങ്കിൽ തന്നെ, ഡിസൈൻ കുറച്ച് ഇൻറ്റൻസ് സംഭവമാണ്. ഞാൻ പറഞ്ഞത് കുറേ ചെറിയ ചെറിയ കാര്യങ്ങൾ നോട്ട് ചെയ്ത് വളരെ ഇതായിട്ട് ഡിസൈൻ ചെയ്യുന്ന സംഭവമാണ്. അപ്പം ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ഈ ബോർഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എഴുന്നേക്കാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പാടായിരിക്കും. അപ്പം ആദ്യം മുതലേ പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തന്നെ ബി കൺസിസ്റ്റന്റ്. മൈൻഡ് സെറ്റ് ഒക്കെ റെഡി ആവണം. അതെ, കൺസിസ്റ്റൻസി ആണ് കീ. നമ്മുടെ ടൈം മാനേജ്മെന്റ് ആണ് നമ്മുടെ ആർക്കിടെക്ചറിലും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം. നമ്മൾ സ്റ്റുഡൻസിനോട് പറയും, ഈ ജെയില് ഫിസിക്സ് കെമിസ്ട്രി ഇതൊക്കെ എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിങ്ങളെ പഠിക്കുന്ന ഡിസിപ്ലിൻ, ആ ഹാർഡ് വർക്ക്, അതൊക്കെ നിങ്ങളുടെ ഈ ലൈഫിലും ബെസ്റ്റ് കോഴ്സ്. എഞ്ചിനീയറിംഗ് ആണെങ്കിൽ തന്നെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഈസിലി സോൾവ് ചെയ്ത് നമുക്ക് കോളേജ് ലൈഫൊക്കെ അടിച്ചു പൊളിക്കാം. കാരണം പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇങ്ങനെ ഓക്കെ നമുക്ക് ഇന്ന് ഫുൾ ചില്ല് ചെയ്തിട്ട് നാളെ പഠിക്കാനിരിക്കുന്ന പറഞ്ഞാൽ ചിലപ്പം ഇന്നത്തെ ഒരു ചെറിയ പാട്ട് തീർത്താൽ നാളത്തെ വർക്ക് ചിലപ്പം ഈസിയർ ആയിട്ട് വരും. നമ്മൾ ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് തീർത്തു പോകാം. അപ്പോൾ ആ ഒരു വർക്ക് എത്തിക് റെഡിയാക്കുക, കഷ്ടപ്പെടുക, കൺസിസ്റ്റൻസി. അതെ, കൺസിസ്റ്റൻസിയാണ് മെയിൻ കീ. ടൈം മാനേജ് ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമുക്ക് ഈസി ആയിരിക്കും. ആർക്കിടെക്ചറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കയറുന്നതിന് മുമ്പ് പറയാം, നമ്മൾ ചിലപ്പം കുറേ പേർക്ക് എക്സ്പീരിയൻസ് പറയും നമ്മൾ ആർക്കിടെക്ചർ ഇസ് വെരി ഹാർഡ്, ഒരിക്കലും പഠിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, ഈസി ആയിട്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റും. ഇത് തന്നെ +1 +2 നന്നായിട്ട് പഠിച്ചാൽ നേരെ റാങ്കും കൂടി കിട്ടി. അതെ, എക്സാമിനറിന്റെ എല്ലാ വീഡിയോസും കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ വീഡിയോസും കാണാം. താങ്ക് യു. അപ്പൊ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. മാത്സിന് നല്ല ഫോക്കസ് കൊടുക്കുക, ബാക്കിയുള്ള ഡ്രോയിങ് സ്കില്ലും ഇതൊക്കെ നിങ്ങൾ പഠിക്കണം ഡെഫിനറ്റ്ലി കുറച്ച്. പക്ഷേ മാത്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായി. അവൻ JEE പേപ്പർ 2 നാറ്റയ്ക്കും ഏകദേശം സെയിം തന്നെയല്ലേ? അതെ, വലിയ വ്യത്യാസം. സെയിം. മാത്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് there also. അവിടെ പക്ഷേ കുറച്ചും കൂടി ഡ്രോയിങ് ഇച്ചിരി കൂടി ടഫർ ക്രിട്ടിക് ആയിരിക്കും. അവിടെ JEE കുറച്ചും കൂടി ഈസിയർ വാല്യൂഷൻ ആയിരിക്കും ഡ്രോയിങ്ങിൽ വരുന്നത്. പക്ഷേ നാറ്റയിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റ് വാല്യൂഷൻ ആയിരിക്കും ഡ്രോയിങ്ങിന് വരിക. ഇന്ററാക്റ്റീവ് മീഡിയ ഡിസൈൻ ലാബ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. അപ്പം ഞങ്ങളുടെ കരിക്കുലത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പം അതിൽ നമ്മൾ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി, അതുപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ളതുണ്ട്. അപ്പൊ ഇതൊക്കെ കോഴ്സിന്റെ ഭാഗമാണ്. എല്ലാം പഠിക്കണം. ഭയങ്കര ഇതാ ഞാൻ പറയാൻ വന്നത്, ആർക്കിടെക്ചർ ഇസ് നോട്ട് എ ബോറിംഗ് സബ്ജക്ട്. ഇച്ചിരി ക്ഷമ വേണം. നമ്മൾ വിചാരിക്കും ആ വലിയ ബോർഡിൽ ഇങ്ങനെ വരച്ചോണ്ടിരിക്കും 5 വർഷം. അല്ല, ടു എൻ എക്സ്റ്റെന്റ് അതാണ്. പക്ഷേ ഇതുപോലത്തെ ചെറിയ ചെറിയ ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ വരും. ഈ ഡിസൈനിങ് സംഭവം തന്നെ നമുക്ക് ഭയങ്കര ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ വരുന്ന സംഭവം. കാരണം ബാക്കിയുള്ള സബ്ജക്ട്സ് ഞാൻ കൊച്ചാക്കി പറയുന്നതല്ല, പക്ഷെ ബാക്കിയുള്ള സബ്ജക്ട്സ് വരുമ്പോൾ തന്നെ നമ്മുടെ ഒരു പേഴ്സണൽ ടച്ച് ഇടാൻ പറ്റുന്ന വളരെ കുറച്ച്. ഇപ്പം ഒരു അസൈൻമെന്റ് വരുവാണെങ്കിലും ദേർസ് എ ഫിക്സഡ് വേ ടു ഡൂ ദാറ്റ്. ഇപ്പം ഇന്ന ടോപ്പിക്കിനെ കുറിച്ച് ഒരു 300 വേർഡ് എസ്സേ അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർമാറ്റ് ഉണ്ട്, അങ്ങനെയാണല്ലോ. ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു, സീനിയേഴ്സിനോട് ചോദിക്കുന്നു, അതന്നെ ഒരു ബേസിക്കലി അതിനൊരു വേറെ റിവിഷൻ പോലെയാണ് നമ്മൾ എഴുതി ഉണ്ടാക്കുന്നത്, നെറ്റൊക്കെ സെർച്ച് ചെയ്ത്. പക്ഷെ നമ്മളിപ്പം ആർക്കിടെക്ചർ പഠിക്കുമ്പോൾ നമുക്ക് പറയാം, നമുക്കൊരു റെസിഡൻസ് ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരിക്കലും നെറ്റിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇതല്ല പോയി
ചെയ്യുന്നത്. നമ്മൾ നമ്മുടേതായ രീതിയിൽ വി ആർ ട്രൈങ് ടു ഇന്റർപ്രറ്റ് അവിടെ ഇവിടെ കണ്ടതും എനിക്ക് ഇഷ്ടമുള്ള എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ ഫോം ആണെങ്കിലും യൂസർ ഇതാണെങ്കിൽ തന്നെ അതിന്റെ ഒരു എസ്തെറ്റിക്സ് കാര്യങ്ങളാണെങ്കിൽ തന്നെ നമ്മൾ അതൊക്കെ കൊണ്ടുവരാൻ നോക്കും. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുത്ത് നോക്കുമ്പോൾ പാവും ആ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ സംഭവം വളരെ ഇമ്പോർട്ടൻറ്റ്, ലൈക്ക് ഭയങ്കര വലിയൊരു സംഭവം ഈ ആർക്കിടെക്ചറിൽ. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ എൻ്റെ കോളേജിൽ ADFT എന്ന് പറയാ, ആർക്കിടെക്ചറൽ ഡിസൈൻ ആൻഡ് ഫീൽഡ് ട്രിപ്പ്. ഫീൽഡ് ട്രിപ്പ് ഇസ് ഓൾസോ ബിഗ് തിങ്. അത് ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ മറ്റേ ആനന്ദം സിനിമ കണ്ട പോലെയാണോ ട്രാവലിംഗ്? പ്രിറ്റി മച്ച് യെസ്. ഞങ്ങൾക്ക് അതിൽ ആനന്ദം അല്ലാണ്ട് ബാക്കിയല്ല. അതെ, ഞങ്ങൾക്ക് കോവിഡ് ബാച്ച് ആയിരുന്നു. ഞാൻ കോവിഡിന്റെ സമയത്ത് കയറിയത്. അപ്പൊ കുറച്ചെണ്ണം ഞങ്ങൾക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് യെസ്, ബാക്കി എല്ലാ കോളേജസും ദേ ഡു ഗോ ഫോർ ട്രിപ്സ്. എല്ലാ സെമസ്റ്ററിൽ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു ഹിസ്റ്റോറിക് സൈറ്റ് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാം ഈച്ച് ആൻഡ് എവറി ഇഞ്ച് ഒരു പർട്ടിക്കുലർ സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഡിജിറ്റൽ കോപ്പി അല്ലെങ്കിൽ ഒരു ഹാൻഡ് ഡ്രോൺ കോപ്പി ആക്കും. അപ്പൊ ഒരു ബിൽഡിങ്ങിന്റെ കോളംസിന്റെ നോക്കി വരയ്ക്കും, വിൻഡോസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരയ്ക്കും. അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വരും. അപ്പൊ കുറെ ട്രിപ്സ് ഉണ്ടാവും. ഭയങ്കര ഫൺ ആയിരിക്കും അത്. ബിടെക്കിന് എനിക്ക് തോന്നുന്നു ഒരു ട്രിപ്പാണ് പോകുന്നത്, ഐവി ആണ് പോകുന്നത്. അത് പിന്നെ സിനിമ കണ്ട പിന്നെ എല്ലാവർക്കും അറിയാം. അതെ, അതുപോലെ തന്നെ നമ്മൾ ആർക്കിടെക്ചർ സ്റ്റുഡൻസ് എല്ലാ സെമസ്റ്റർ പോകണം. എല്ലാ സെമസ്റ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാ 6 മാസം വർഷത്തിൽ 2 തവണ ഒരു അത്യാവശ്യം നല്ലൊരു ട്രിപ്പ് പോകും. ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല, പക്ഷെ അല്ലാത്ത എല്ലാ കോളേജസും ദേ ഗോ ഫോർ ട്രിപ്സ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പഠിക്കാനും. ആർക്കിടെക്ചർ ഒരിക്കലും നമുക്ക് ഒരു റൂമിന്റെ അകത്തിരുന്നോ അങ്ങനെയൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അത് എങ്ങനെയാണെങ്കിലും നമ്മള് ഒന്ന് കുറെയൊക്കെ കണ്ട് മനസ്സിലാക്കി തന്നെ പഠിക്കുള്ളൂ. ഇപ്പൊ നമ്മള് ശരിക്കും നമുക്കറിയാം, നമ്മള് ഫസ്റ്റ് ഇയർ കയറുന്ന ആയിരിക്കില്ല നമ്മളൊരു 4th ഇയർ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരാള്. നമ്മൾ ഫസ്റ്റ് ഇയർ കാണുന്ന കുറെ ഭയങ്കര അടിപൊളി ഷേപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം, കുറെ അങ്ങോട്ട് പ്രൊജക്ട് ചെയ്യുന്ന സംഭവങ്ങളൊക്കെയാണ് ആർക്കിടെക്ചർ നമ്മൾ വിചാരിച്ച് കയറും. നമ്മൾ അതൊക്കെ തനിയെ മാറും. നമ്മൾ ഓരോരോ സംഭവങ്ങൾ പഠിക്കും. കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിപ്പം ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ ക്ലയന്റ് വൈസ് ലിമിറ്റേഷൻസ്, റെഗുലേഷൻസ് ലിമിറ്റേഷൻസ് ഉണ്ടാവും, റൂൾസ്. അതെ, ഇത് കുറച്ച് ഇൻഡെപ്ത് ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ കുറെ ബിൽഡിംഗ് റൂൾസ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഗവൺമെന്റ് ആയിട്ട് നമ്മൾ സാങ്ഷൻ ആണ് കുറെ നമ്മൾ വരയ്ക്കുന്ന എന്താണെങ്കിൽ തന്നെ ഡിസൈൻസ്. അപ്പം അതൊക്കെ കുറെ ഫയർ ഹാസർഡ്, മറ്റേത് അതെ, ഫയർ സേഫ്റ്റി നോംസ് ഉണ്ടാവും. നമ്മള് ഈച്ച് ആൻഡ് എവറിത്തിങ്, ലൈറ്റിങ്ങിന്റെ കാര്യമാണെങ്കിൽ തന്നെ എത്രത്തോളം ഇൻപുട്ട് ഉണ്ട്. അപ്പം നമുക്കറിയാലോ വീടുകളിൽ തന്നെ ഈ ചൂടുകാലത്ത് കറണ്ട് ബിൽ എത്ര കൂടി എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഒരു വീട്ടിൽ എത്ര ലൈറ്റ് വേണം, എത്ര AC യൂണിറ്റ്സ് വേണം, ഇതൊക്കെ ഒരു ആർക്കിടെക്ട് ആണ് ബേസിക്കലി. അവരിതൊക്കെ അറിഞ്ഞിരിക്കണം, എന്നാലാണല്ലോ ബാക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇപ്പം പ്ലംബിംഗ് നോക്കുന്ന ഇതിന്റെ കൺസൾട്ടൻസ് ഒക്കെ ഉണ്ടാവും, സ്ട്രക്ചർ നോക്കുന്ന ഞങ്ങളാണ്. ഞങ്ങൾ ആ ഹോൾ മാനേജ്മെന്റ്, പ്രോജക്ട് മാനേജ്മെന്റ്, ഇതൊക്കെ അതിൻ്റെ അകത്തുള്ള കോഴ്സസ് ആണ്. എസ്റ്റിമേഷൻ ചെയ്യണം. ഒരു ചിലപ്പോൾ ഒരു ക്ലയന്റ് പറയുകയാണെങ്കിൽ നമുക്ക് 20 ലക്ഷം രൂപയുണ്ട് നമ്മുടെ കയ്യിൽ, എനിക്ക് ഇങ്ങനത്തെ ഒരു സാധനം ഇത്ര സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീട് വേണം. നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് പറയാൻ പറ്റണം ഇത്രയാവും നമുക്ക് പൈസ, കുറച്ച് ബഡ്ജറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. പക്ഷെ നമ്മൾ അതിനനുസരിച്ചുള്ള പ്ലാനിങ് നടത്തണം. മെറ്റീരിയൽസ് ആണെങ്കിൽ തന്നെ ചീപ്പർ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിൽ നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല. പക്ഷെ കുറെ കാര്യങ്ങൾ നമ്മൾ നോക്കാം. പ്ലാനിങ്ങിൽ ക്വാണ്ടിറ്റി കുറച്ച് വേറെ തന്നെ സ്റ്റൈലാക്കാം. അതെ, അത് നമ്മളൊക്കെ ഇത് ഞാൻ പറയുന്നത്, നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ വി ഹാവ് അൺലിമിറ്റഡ് ചോയ്സസ്. ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ ആർക്കിടെക്ചർ പഠിച്ചു തുടങ്ങുന്ന ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഫസ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ്, ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നമുക്ക് ഒടുക്കത്തെ ഫ്രീഡമാണ്. നമുക്ക് ഇങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ പണിയും. വി ഹാവ് നോ ലിമിറ്റേഷൻസ്. നമുക്ക് എന്ത് ഷേപ്പിലുള്ളതാണെങ്കിലും, ഇപ്പൊ ജാഹദ് ഇതിനെ പോലെ കുറെ ഒരു ആർക്കിടെക്ട് ആണ്, സെർച്ച് ചെയ്ത ഇന്റർനെറ്റിലൊക്കെ അവരുടെ ബിൽഡിങ്സ് ഒക്കെ കണ്ടാൽ നമ്മൾ ഇങ്ങനെ നിൽക്കും. എന്ത് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഭയങ്കര കർവ് ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അതുപോലെയൊക്കെ ആയിരിക്കും നമ്മൾ പണിത് തരാം. ഐ എം നോട്ട് സേയിങ് ദാറ്റ് ഹേഴ്സ് ഇസ് ബാഡ്. പക്ഷെ അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കും. പക്ഷെ പിന്നെ മനസ്സിലാവും, ഓക്കെ ഇങ്ങനെ ചെയ്യുന്നതിൽ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്, ഇങ്ങനെയും കൂടിയും ചെയ്താലാണെങ്കിൽ സ്ട്രക്ചറലി റീസൺ നമ്മുടെ എല്ലാവരുടെയും ബിൽഡിംഗ് ഒക്കെ ഏകദേശം സെയിം, വീടൊക്കെ ഏകദേശം സെയിം. അതെ, പ്രിറ്റി മച്ച് യെസ്. കാരണം നമ്മള് എന്താ പറയാ, ആ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതില്. അപ്പം അതൊക്കെ നമ്മൾ തനിയെ പഠിച്ചു വരും. അപ്പൊ ഈ 5 ഇയർ കോഴ്സ് നിങ്ങൾ കുറെ കാര്യം പഠിക്കുന്നുണ്ട്. ഇന്റൻസീവ് കോഴ്സ് ആണ്. ഭയങ്കര ഡിഫിക്കൽട്ട് ആണോ? യെസ്, സത്യം പറഞ്ഞ കുട്ടികളോട് സത്യം പറഞ്ഞില്ല. ഞാൻ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നല്ല, പക്ഷേ ഐ മീൻ എല്ലാ കോഴ്സും ഡിഫിക്കൽട്ട്. ഇപ്പൊ ഡോക്ടർ ആവാന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ ഡിഫിക്കൽട്ട്. ബിടെക്കിന് അതിന് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ആർട്സിൽ പോയാലും ഡിഫിക്കൽട്ടി ഉണ്ടാവും. പക്ഷെ BArcന്റെ അതിന് ഡിഫിക്കൽട്ടി ഉണ്ട്. ഓരോ കോഴ്സിനും അലൻ സാർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അലൻ സാർ എന്നെ വിളിക്കാറില്ല, കോമഡി ഇങ്ങനെ ഓരോ കോഴ്സിനും അതിൻ്റെതായ ഡിഫിക്കൽട്ടി ഉണ്ട്. നമ്മുടെ ആർക്കിടെക്ചറിൽ നോക്കുവാണെങ്കിൽ തന്നെ ഇഷ്ടംമാതിരി ഉറങ്ങാത്ത ദിവസങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങളുടെ ആരെങ്കിലും ആർക്കിടെക്ചർ പഠിച്ച ആൾക്കാരെ തന്നെ ചോദിച്ചാൽ മതി.
ഉറങ്ങാതിരിക്കുന്ന കുറെ നൈറ്റ്സ് ഉണ്ടാവും. ഈ ആർക്കിടെക്ചർക്കാരാണ് ഈ വലിയൊരു ചാർട്ട് പേപ്പർ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ. അപ്പം ഇതിപ്പം ആദ്യം പറഞ്ഞ നമ്മൾ ബ്ലൂ പ്രിന്റ് വരച്ച പോലെ സാധനങ്ങളുണ്ടല്ലോ, അതാണ് ബേസിക്കലി നമ്മൾ റോളാക്കി കൊണ്ടുപോകുന്നത്. അതാണ് നമ്മുടെ ഹോൾ സെമസ്റ്റർ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്ന തൂക്കിയിടുന്ന റോളും വലിയ ബാഗായിട്ട് കൊണ്ടുപോകുന്നതാണ്. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഷീറ്റ്സും റോളൊക്കെ തന്നെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാകുന്നത്. അപ്പം ഡിഫിക്കൽട്ടി ഉണ്ട്, കഷ്ടപ്പെടണം. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഭയങ്കര ഇച്ചിരി പാടായിരിക്കും കണ്ടിന്യൂ ചെയ്തു പോകാൻ. കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിലേക്ക് നമ്മൾ ചിലപ്പോൾ പോകേണ്ടി വരും. ഇപ്പൊ ഒരു ഡോർ തുറക്കുന്ന രീതിയാണെങ്കിൽ തന്നെ ആളെങ്ങനെ കയറി ഫസ്റ്റ് വ്യൂ കിട്ടുന്ന ആ റൂമിലേക്ക്, അല്ലെങ്കിൽ ആ സ്പേസ് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും ആ ഒരു പർട്ടിക്കുലർ യൂസർ. നമ്മൾ ഒരിക്കലും പറയാൻ പറ്റില്ല നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ആളാണ് നമ്മളൊരു ബിൽഡിങ്ങിലേക്ക് കയറി വരാൻ പറ്റുന്നത്. ഇപ്പൊ ഒരു ബസ് സ്റ്റാൻഡിലേക്ക് കയറി വരുന്ന ആള് ചിലപ്പം ആദ്യം കാണേണ്ടത് ഇങ്ങോട്ട് പോകുന്ന ബസ്സുകളൊക്കെ ഇന്ന സൈഡിലായിരിക്കും, ഇങ്ങോട്ട് പോകുന്ന ബസ്സുകളൊക്കെ ഈ സൈഡിലായിരിക്കും. ദാറ്റ് ഈസ് വാട്ട് ഒന്നും അറിയാത്തൊരു യൂസറിനെ ഫസ്റ്റ് കാണില്ല. അപ്പൊ ഒരു ആർക്കിടെക്ടിന്റെ ജോലി എന്താന്ന് പറഞ്ഞാൽ അത് കൃത്യമായി കാണിക്കണം. അതെ, അപ്പം ഇങ്ങനെ ഇവിടേക്ക് പോയി ഇവിടെ എത്തും, ഇങ്ങോട്ട് പോയി വെറുതെ പെയിന്റിംഗ് വെറുതെ കൊടുത്തത് വേസ്റ്റ് ആണ്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് എസ്തെറ്റിക്സ്. വളരെ ഇൻഡെപ്ത് ആയിട്ട് പോകേണ്ട, കുറെ ആലോചിക്കാൻ വേണ്ട കാര്യങ്ങളുണ്ട്. അപ്പം അതിനൊരു ഇമാജിനേഷൻ വേണം, നമ്മളൊരു വിഷ്വലൈസേഷൻ സംഭവം എന്തായാലും വേണം. എങ്ങനെയാണ് ഒരു യൂസർ കയറുന്നത്, അവർക്ക് എങ്ങനെ ആ പോയിന്റിലേക്ക് എത്ര ഈസി ആയിട്ട് എത്താൻ പറ്റുന്ന രീതിയിൽ. ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ ഒരു കോഴ്സ് ആയിട്ട് എടുക്കരുത് അല്ലേ, എടുത്തിട്ട് കാര്യമില്ല. ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ടു കണ്ടിന്യൂ. ഇത് കഴിഞ്ഞിട്ട് ഇതിനുള്ള ജോലിയും കിട്ടുള്ളൂ. അതാണ് നമുക്ക് വേറെ ഷിഫ്റ്റിംഗ് ഒന്നും പോസിബിൾ അല്ല ബിടെക് പോലെ. ഷിഫ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കുറെ ഫീൽഡ്സ് ഉണ്ട്. പ്രോജക്ട് മാനേജ്മെന്റ് അങ്ങനത്തെ ഓഫീസ് വർക്ക് ആയിട്ട് പോകാൻ പറ്റും. ഇൻഡിവിജ്വൽ ഫേംസ് ആയിട്ട് തുടങ്ങുന്ന ആൾക്കാരുണ്ട്, ഒരു മെജോറിറ്റി ആൾക്കാർ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മള് നാട്ടിലൊക്കെ കുറെ ആർക്കിടെക്ചർ ഫേംസ് ഒക്കെ കാണാം, അതൊക്കെ സ്വന്തമായിട്ട് തുടങ്ങുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പം ബി ആർക്കിന്റെ മെയിൻ പാർട്ടാണ് ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം എനിക്കറിയാം ഇന്റേൺഷിപ്പിൽ പോയ അടിപൊളി കഥകളുണ്ട്, ലൈഫിന്റെ കാര്യങ്ങളും വേറെ സ്ഥലത്ത് പോയി പഠിക്കണം. അപ്പൊ ഇന്റേൺഷിപ്പ് എവിടെയാണ് ഈ കോഴ്സിൽ വരിക, അതിന് ഇമ്പോർട്ടൻസ് എന്താ, ആൻഡ് അതിലെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? ഓക്കെ, ബേസിക്കലി ഇത് കോളേജസ് അനുസരിച്ച് ഡിഫർ ചെയ്തുകൊണ്ടിരിക്കും. ചില കോളേജസിനൊക്കെ ചിലപ്പോൾ ലാസ്റ്റ് ഇയർ ആവാം. എനിക്കറിയാവുന്ന കുറെ ഫ്രണ്ട്സ് ഒക്കെ എന്റെ ലാസ്റ്റ് ഇയർ ചെയ്യുന്നവരുണ്ട്. ഫിഫ്ത് ഇയർ ഇന്റേൺഷിപ്പ് പോകണം, ഫിഫ്ത് ഇയർ ഹോൾ ഇയർ ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എനിക്കൊക്കെ എന്റെ NIT കാലിക്കറ്റില് 7th സെമസ്റ്റർ ആണ് ഇന്റേൺഷിപ്പിന് പോകുന്നത്. 7 സെമസ്റ്ററിന് പോകണം. 7th സെമസ്റ്റർ. തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫസ്റ്റ് സെമസ്റ്റർ ആണ് നമ്മൾ പോകുന്നത്. അത് 6 month ഇന്റേൺഷിപ്പിനാണ് പോകുന്നത്. അപ്പം അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് ഓപ്പൺ ചോയ്സ് തന്നിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരു അത്യാവശ്യം റെപ്യൂട്ടഡ് ആർക്കിടെക്ചർ ഫേമിൽ പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കമ്പനി പോവാം, നമ്മുടെ ഇഷ്ടത്തിലാണ്. നമുക്കത് നിങ്ങൾ പോയിട്ട് വർക്ക് ചെയ്യണം 6 മാസം. അതെ, നമ്മൾ പ്രോപ്പർ ഓൺ സൈറ്റ് അല്ലെങ്കിൽ ഓഫീസ് പോയി കാര്യം പഠിക്കണം. ഇത് ഇന്റേൺഷിപ്പ് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചർ ആണ് ആർക്കിടെക്ചറിൽ പറയുമ്പോൾ. കാരണം നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുള്ളൂ ആർക്കിടെക്ചർ എന്താണ്, ഹൗ ഡു വി റൺ എൻ ഓഫീസ്. ഒരു ഡോക്ടർ തിയറി പഠിച്ചിട്ട് അവസാനം സർജറിക്ക് പോകുന്ന പോലെ. അതെ, എക്സാക്ട്ലി അത് തന്നെ. നമ്മള് അതിനെക്കുള്ളൊരു ഇത് പറയാനില്ല, ശരിക്കും അത് തന്നെ. നമ്മൾ ഈ സർജറി എന്ന് പറയുന്നത് തന്നെ ഈ ബീംസും കോളംസും അതുപോലെ തന്നെ ആൾക്കാർ ഹാൻഡിൽ ചെയ്യുന്നതും വളരെ ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. നമ്മൾ കുറെ നന്നായി വരയ്ക്കാൻ അറിയാൻ, അല്ലെങ്കിൽ കുറെ നന്നായി ഡിസൈൻ ചെയ്യാൻ അറിയാൻ പറ്റുന്ന കാര്യമില്ല. നമ്മള് ശരിക്കും ഹൗ ഡു വി ഹാൻഡിൽ പീപ്പിൾ. നമ്മളൊരു ഇങ്ങനത്തെ ഒരു ഫേം നടത്തിക്കൊണ്ട് പോകുക, അല്ലെങ്കിൽ ഒരു ഓഫീസിൽ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾക്ക് കുറേ മാനേജ്മെന്റ് കാര്യങ്ങൾ കുറേ നമ്മൾ ചെയ്യേണ്ടി വരും. ആസ് എൻ ഇന്റേൺ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കും. അതിപ്പം ഓരോ ഓഫീസിനും ഓരോതായ ശൈലിയുണ്ട്. ഞാനിപ്പോൾ ഐ എം നോട്ട് നെയിമിങ് ദോസ് ഓഫീസസ്, പക്ഷെ കഷ്ടപ്പെട്ട് സൈറ്റിൽ പോയി പണിയെടുക്കുന്ന കുറെ ഓഫീസസ് ഉണ്ട്. അതുപോലെ തന്നെ ഓഫീസിൽ ഇരുന്ന് പണിയെടുക്കേണ്ടതുണ്ടാവും. ഭയങ്കര ചില്ല ഓഫീസസ് ഉണ്ടാവും, ചിലപ്പോൾ ഫുൾ പാർട്ടീസും അങ്ങനത്തെ കാര്യങ്ങളുള്ള ഓഫീസ് ഉണ്ടാവും. അപ്പം പഠിക്കും. അവര് പഠിപ്പിച്ചിട്ടേ വീട് കൊടുത്തത്. കാരണം അവിടെയുള്ള ആർക്കിടെക്ട്സും അറിയാം. കാരണം കോളേജിൽ പഠിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നമ്മുടേതായ ഇഷ്ടത്തിനും ആണ് നമ്മൾ ചെയ്തു വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റിയൽ ലൈഫിൽ ഒരു ക്ലയന്റിന് എങ്ങനെ അപ്പീൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ അവരോട് സംസാരിക്കണം, അത് നമ്മുടെ ക്ലയന്റ് മീറ്റിംഗ്സ് ഉണ്ടാവും, ഒരു പ്രസന്റേഷൻസ് ഉണ്ടാവും വലിയ ചിലപ്പം. അപ്പൊ അതില് ആന്റണിക്ക് ഒരു റോൾ ഉണ്ടാവില്ലേ? ഉണ്ട്, ഇന്റേൺസ് ആസ് സച്ച് ഒരു റോൾ ഉണ്ടാവും. അതാണ് നമ്മൾ എപ്പോഴും ആർക്കിടെക്ചർ ഇന്റേൺഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് കാര്യം. ഇപ്പം നമ്മൾ വലിയൊരു കോർപ്പറേറ്റ് ഫേമിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് കുറെ ആൾക്കാർ ചിലപ്പോൾ ഒരു 600-800 എംപ്ലോയീസ് ഉള്ള ഒരു ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റോൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഓഫീസ് ഇസ് വെരി സ്മോൾ. കുറച്ച് പട്ടിപ്പണിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുക. അതെ, ചിലപ്പോൾ ആർക്കും വേണ്ടാത്ത പണി. ചിലപ്പം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റുന്ന പോലെയാണോ. എന്റെ ഒരു സീനിയറിന് അങ്ങനെ പറ്റിയിട്ടുണ്ട്. ലൈക് ഫസ്റ്റ് ഫ്യൂ ബ്രാൻഡ് വാല്യൂ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഗൂഗിളിലൊക്കെ പോകാന്ന് പറഞ്ഞാൽ വലിയ കമ്പനി ആയിരിക്കും, പക്ഷെ ആർക്കിടെക്ചർ ബേസിസിൽ. പക്ഷെ അവിടെ പോയാൽ ചിലപ്പം സാധാരണ ആർക്കിടെക്ചറിൽ ഗൂഗിൾ പോലത്തെ ഒരു കമ്പനി ചിലപ്പോൾ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചെറിയ പണിയായിരിക്കും ചെയ്യുന്നുണ്ടാവും. ഐ എം നോട്ട് സെയിങ് ദാറ്റ് ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്, പക്ഷെ ഓഫ് കോഴ്സ് ഈച്ച്
ഈച്ച് ആൻഡ് എവറി വർക്ക് നമ്മുടെ ഓഫീസിൽ ഇമ്പോർട്ടൻറ്റ് തന്നെയാണ്. ആന്റണി പോയത് വേറെ ടൈപ്പ് സ്ഥലത്ത്. അതെ, ഞാൻ ഒരു സ്റ്റുഡിയോ ഫേമിലാണ് പോയത്. സ്റ്റുഡിയോ ഫേം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു വളരെ കുറച്ച് എംപ്ലോയീസ്. ഇപ്പം ഞാൻ പോയ ഓഫീസിൽ ഇറ്റ് വാസ് ജസ്റ്റ് ഇന്റേൺസിനെ കൂട്ടിയിട്ട് 14-15 പീപ്പിൾ ഉണ്ടായിരുന്നുള്ളൂ. 15 ആൾക്കാർ ഇന്റേൺസിനെ കൂട്ടിയിട്ട്. ഇന്റേൺസും കൂടി, അതിൽ 7 പേര് ഇന്റേൺസും കൂടിയാണ്. ഓക്കെ. അതിൽ ഓഫീസ് ബോയ് ഉണ്ട്. ആൻഡ് ഈ ഫേമിനെ പറ്റി പറയും, ഇത് നിങ്ങൾ വിചാരിക്കുന്ന സാധാരണ ഒരു ഫേം അല്ല. എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന കുറേ ഫീൽഡ്. ഇപ്പം എനിക്ക് ആർക്കിടെക്ചർ മാത്രമല്ല, കാർസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓട്ടോമൊബൈൽ ഫീൽഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫീൽഡ്. ഞാനിപ്പം ഇന്റേൺഷിപ്പ് ചെയ്തത് അഹമ്മദാബാദിലൊരു ഓഫീസിലാണ്. ഞാൻ പോയതൊരു സ്റ്റുഡിയോ ഓഫീസായിരുന്നു. മത്താറു അസോസിയേറ്റ്സ് എന്നാണ് എൻ്റെ ഓഫീസിൻ്റെ പേര്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്ത ഓഫീസിൻ്റെ പേര്. ഞങ്ങളുടെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഗുർജിത് സിംഗ് മത്താറു, പുള്ളി സെപ്റ്റൻ തന്നെ വളരെ ഇന്ത്യയിൽ അറിയുന്ന വളരെ റിനൗണ്ട് ആർക്കിടെക്റ്റ് ആണ്. പുള്ളിയുടെ കൂടെയാണ്, പുള്ളിയുടെ അടിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആർക്കിടെക്ചർ മാത്രമല്ല, കാർസ് ഇസ് എനിക്ക് ഭയങ്കര, ഐ എം വെരി ഫോണ്ട് ഓഫ് കാർസ്. മലയാളത്തിൽ പറഞ്ഞ വണ്ടിപ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാർസ്. അപ്പം ആ ഒരു ഫീൽഡും കൂടെ എനിക്കൊന്ന് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു ഓഫീസാണ് ഞാൻ ചൂസ് ചെയ്തത്. അപ്പം ഇതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു ഇന്റേൺഷിപ്പ് ചൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഓരോ ഇൻട്രസ്റ്റ് ഉണ്ടാവും ചില കാര്യങ്ങളിലൊക്കെ. അപ്പം ചില ഓഫീസേഴ്സൊക്കെ അവരുടെ ഫോട്ടോഗ്രാഫിയിൽ ഭയങ്കര ഫേമസ് ആയിരിക്കും. അപ്പൊ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫിയിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് അങ്ങനെയും വേണേ പോവാം. അതാകുമ്പോൾ നമ്മൾ ഇന്റേൺസ് ആകുമ്പോൾ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ വി ഗെറ്റ് ടു എക്സ്പെരിമെന്റ് ഓൺ എ ലോട്ട് ഓഫ് തിങ്സ്. ഇപ്പം നമ്മൾ എപ്പോഴും ഡ്രാഫ്റ്റിംഗ് CAD വരയ്ക്കുന്നത് മാത്രമല്ല നമുക്ക് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്ട് മാനേജ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ പ്രസന്റേഷൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ആർക്കിടെക്ചർ വരുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മൾ വീഡിയോസും എടുക്കുന്നതാണെങ്കിൽ തന്നെ ഒരു ബിൽഡിംഗ് പണിത് കഴിഞ്ഞിട്ട് ഒരു വീഡിയോഗ്രാഫി ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഓഫീസസ് എടുക്കുമ്പോൾ വി ഗെറ്റ് ടു ബി എ പാർട്ട് ഓഫ് ദാറ്റ്. സി ഇപ്പം നമ്മൾ റിയൽ ലൈഫിൽ എങ്ങനെയാണ് ഈ സംഭവങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്. ജോലി സമയത്ത് നമുക്ക് ഇങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്ത് കളിക്കാൻ പറ്റില്ല. വി ഹാവ് റെസ്പോൺസിബിലിറ്റീസ് ടു ഡു ദാറ്റ്. വെറുതെ ചാടി കളിക്കാനും പറ്റില്ല കമ്പനീസ്. നമ്മുടെ റെസ്യൂമിൽ അത് അത്ര നല്ലതായിരിക്കില്ല നമ്മളിങ്ങനെ ചാടി കളിക്കുന്ന. ഇന്റേൺഷിപ്പ് ഇപ്പം ആന്റണിക്ക് നല്ല ഇന്റേൺഷിപ്പ് കിട്ടി, ഇഷ്ടമുള്ള കിട്ടി, അത് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും ക്രൈറ്റീരിയ ഉണ്ട്? നല്ല മാർക്കോ അല്ലെങ്കിൽ പ്രൊഫൈൽ കാണുന്നുണ്ടോ? നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. മാർക്സ് വെച്ച് സെലക്ട് ചെയ്യുന്ന ഓഫീസസ് ഐ തിങ്ക് ഉണ്ടാവൂലായിരിക്കും. കോളേജിന്റെ ബ്രാൻഡ് വാല്യൂ ഡെഫിനറ്റ്ലി നോക്കില്ലേ? അതെ, അത് വളരെ വലിയൊരു ഇതാണ്. ഏതെങ്കിലും കോളേജിൽ പോയിട്ട് നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ മത്താറു അവിടെ പോയി കൊടുത്ത് എടുക്കണം എന്നില്ല. നോട്ട് നെസസറി. ഓക്കെ, അപ്പൊ നല്ല പോർട്ട്ഫോളിയോ, നല്ല കോളേജ്, നല്ലൊരു പോർട്ട്ഫോളിയോ ആയിരുന്നു എൻ്റെ ഒരു ഓഫീസർ ഉണ്ടായിരുന്ന മെയിൻ ക്രൈറ്റീരിയ. അവർ മാർക്സ് ഒന്നും അധികം നോക്കിയില്ല. എൻ്റെ അവിടെയും മാർക്സും കോളേജിൽ കുഴപ്പമുണ്ടായില്ല, ഒരു കൺസിസ്റ്റന്റ് ആയിരുന്നു അവിടെ. അതുകൊണ്ട് എനിക്ക് അത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പം ആസ് ഇന്റേൺസ് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്ത സമയത്ത് ഐ ഗോട്ട് ടു വർക്ക് ഓൺ പ്രസന്റേഷൻസ്. ഇപ്പം ക്ലയന്റ് മീറ്റിംഗ്സിന് ഞാൻ അസിസ്റ്റ് ചെയ്യാൻ ഇരുന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇൻ പേഴ്സൺ ഇപ്പം ഒരു ക്ലയന്റ് ഇരിക്കുന്നു, എൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട് ഇരിക്കുന്നു, ഹൗ ഡു ദേ മാനേജ് ആ കോൺവെർസേഷൻസ് എങ്ങനെ കൊണ്ടുപോകുന്നത്, നമ്മുടെ ഐഡിയാസ് എങ്ങനെയാണ് അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അങ്ങനെയൊക്കെ സംഭവങ്ങൾ ഞാൻ കണ്ടറിഞ്ഞ് പഠിച്ചത്. അപ്പം ഞാൻ ചിലപ്പോൾ ഒന്ന് ബാക്കിലേക്ക് ഇരുന്ന് ഐ വാസ് എ പേഴ്സൺ ഓപ്പറേറ്റിംഗ് ദ സിസ്റ്റം അല്ലെങ്കിൽ പ്രസന്റേഷൻസ് മാറ്റുന്ന ആളായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ആസ് എൻ ഓഫീസ് റൺ ചെയ്ത് പോകുമ്പോഴൊക്കെ ഇതൊക്കെ പഠിക്കാൻ പറ്റും. നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്ന ആൾക്കാരെ. ഇതിപ്പം കംസ് ടു ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽ. നമ്മൾ ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര ജാടിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര ഹോസ്പിറ്റലബിൾ ആയിട്ട് ആ ഹോസ്പിറ്റാലിറ്റി അതൊക്കെ കാണിക്കുമ്പോൾ ആ ക്ലയന്റിനെ നമ്മൾ അത്രത്തോളം ചേർത്ത് പിടിക്കുന്ന ആ സംഭവങ്ങൾ വരെ നമ്മൾ പഠിക്കും. അപ്പൊ ആസ് എൻ ഇന്റേൺ വി ഗെറ്റ് ടു എക്സ്പീരിയൻസ് എ ലോട്ട് ഓഫ് തിങ്സ്. അങ്ങനത്തെ ഇതിന്റെ ഒപ്പം തന്നെ ഇന്റേൺഷിപ്പിൽ ഐ ഗോട്ട് ടു വർക്ക് ഓൺ എ ലാംബോർഗിനി. അപ്പം ഒരു കാർ ഡിസൈനിലും ചെറുതായിട്ട് എനിക്കൊരു ഫെൻഡർ, ഒരു ഗലാഡോയില് ഒരു ചെറിയൊരു പാർട്ട് എനിക്ക് ചെയ്യാൻ കിട്ടിയായിരുന്നു. അതെ, ഐ വാസ് നോട്ട് ദ വൺ പേഴ്സൺ ഡിസൈനിങ് ആയിരുന്നില്ല, എനിക്ക് സജഷൻസ് കൊടുക്കാൻ പറ്റിയിരുന്നു സാറിനോട്. ഞങ്ങളുടെ ഗുർജിത് സാർ തന്നെ ടോപ്പ് ഗിയറിലും കുറെ ഓട്ടോകാറിലൊക്കെ തന്നെ ഫീച്ചർ ചെയ്തിട്ടുള്ള ഒരു ആർക്കിടെക്ട് ആണ്. കുറെ ഡിസൈൻസ് കെറ്റീവ എന്ന് പറയുന്ന കുറെ വണ്ടികളുണ്ട്. ഇറ്റ്സ് വെരി ഓൾഡ്, പക്ഷേ വിൽ ഗെറ്റ് നോ ഹിസ് വർക്ക് ആൻഡ് ഓൾ. നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പം സാറിന്റെ കൂടെ ഐ ഗോട്ട് ടു ഡിസൈൻ എ ലോട്ട് ഓഫ് തിങ്സ്. സാറിന്റെ കൂടെ ഇരുന്ന് അപ്പം സാർ കുറച്ച് ഓൾഡ് സ്കൂളാണ്. അപ്പൊ നമ്മള് ഫുൾ ഡിജിറ്റലി കാര്യങ്ങളല്ല, നമ്മള് കാറിന്റെ അടുത്തിരുന്ന് കാറിനെ മെഷർ ചെയ്ത് പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കുറെ മോക്കപ്പ് മോഡൽ അതിന്റെ PDF ഡൗൺലോഡ് ചെയ്ത് ഡിസൈൻ ചെയ്യല്ല ചെയ്യുന്നത്. ഓപ്പോസിറ്റ് കംപ്ലീറ്റ്ലി ആള് പക്ക ഓൾഡ് സ്കൂളാണ്. നമ്മള് എനിക്ക് പുള്ളിയുടെ ഗരാജിന്റെ തുറന്നു തന്നു. പുള്ളിയുടെ കാർസൊക്കെ പുള്ളിക്ക് ഇഷ്ടമാതിരി വണ്ടി ഉണ്ട്. ആൾക്ക് ലാംബോർഗിനീസ് ഉണ്ട്, പോർഷസ് ഒക്കെ ഉണ്ട്. അപ്പം യു ക്യാൻ ഓൾസോ ഗെറ്റ് റിച്ച്. ആർക്കിടെക്ട് അടിപൊളി ആർക്കിടെക്ട് ആണ് സീനാണ് പുള്ളി. പുള്ളി ഹീസ് വെരി എക്സ്പീരിയൻസ്, കുറച്ച് ഏജ്ഡ് ആളാണ്, ഓൾഡ് സ്കൂൾ ആളാണ്. അപ്പം പുള്ളി
ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മൾ കുറെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ സൈഡിൽ നോക്കിയിട്ട് ഓക്കെ ഈ ഷേപ്പ് ഇങ്ങനെ വരുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസും എനിക്ക് പറ്റി. ഗാലറിയുടെ ഇരിക്കാൻ പറ്റി. എന്നെ പുള്ളി റൈഡിനും കൊണ്ടുപോയി അടിപൊളിയായിട്ടൊക്കെ പഠിച്ചു. ഇതാ അവസാനം പഠിക്കുക. നിങ്ങൾ എത്തിക്കോളൂ. ഗാലറിയിലാണ്, ഗാലറിയുടെ റോക്കറ്റ് ഷിപ്പിലാണ്. റോക്കറ്റ് ഷിപ്പ് അത് എയിമായിട്ട് എത്തിക്കണ്ട, പക്ഷെ ദാറ്റ് ഓൾ വിൽ ഹാപ്പൻ. എല്ലാം നമ്മൾ പ്രോപ്പർ കൺസിസ്റ്റൻസി ആയിട്ട് പോയി കഴിഞ്ഞാൽ ഓൾ ദാറ്റ് റൈഡ്. മൈലേജ് ഒക്കെ മോശമാണ്, പക്ഷെ അടിപൊളി വണ്ടിയായിരുന്നു. എക്സ്പീരിയൻസ് ഉണ്ട്. സീൻ വണ്ടിയായിരുന്നു. 911 കയറിയായിരുന്നു സാറിൻ്റെ ഒപ്പം. ഓ ആക്ച്വലി ഈ ഇന്റേൺഷിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ കാലം കഴിഞ്ഞിട്ട് മീറ്റ് ചെയ്തപ്പം ആദ്യം പറഞ്ഞ കഥ ഇതാ, കോളേജ് ഇതൊന്നല്ല, ഞങ്ങൾ വണ്ടി കയറി ലംബോർഗിനി കയറി. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു കുട്ടികളോട് പറയണമെന്ന്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ അതെ അതെ. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കാസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവന. അപ്പം ഞാൻ അവിടെ പോയപ്പോൾ തന്നെ സാറിന്റെ കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടു ഞാൻ. അപ്പം പോയി കണ്ടപ്പം ഇങ്ങനത്തെ കാറ് കണ്ടപ്പോൾ തന്നെ ഞാൻ സാധാരണ ആൾക്കാർ റോട്ടിൽ കാണുന്ന തന്നെ മാറിയിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സാർ പറഞ്ഞു വാന്ന് പറഞ്ഞു. ഞങ്ങള് ഞാനും സാറും കൂടെ വണ്ടിയിൽ പോയി. കുറച്ച് എനിക്കൊരു റൈഡ് തന്നു സാറ്. അത്യാവശ്യം ദൂരം പോയി, 50 കിലോമീറ്റേഴ്സ് ഒക്കെ. സാറ് സീൻ അഹമ്മദാബാദിലൊക്കെ റോഡുകളൊക്കെ അറിയായിരിക്കും. ഞാൻ അഹമ്മദാബാദിലായിട്ട് എടുത്തത് ഇന്റേൺഷിപ്പ്. അപ്പം സീൻ റോഡുകളൊക്കെ പറപ്പിച്ചു വിടും സാറ്. ഇറ്റ് വാസ് വെരി വൺസ് ഇൻ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. അതെ അതെ. ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ പോലുള്ളൊരു ആളുടെ കൂടെ ഇരുന്ന് ഗോട്ട് എക്സ്പീരിയൻസ്. ദാറ്റ് ഇസ് ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ട് ആവാനാണ് താല്പര്യം. ആളെ പോലെ ഇസ് എ വെരി ഗുഡ് ഐഡിയൽ മനുഷ്യനാണ് ആർക്കിടെക്ചർ ഫോളോ ചെയ്യണം. ആൻഡ് ഭയങ്കര വലിയ പ്രൊജക്ട്സ് ഒക്കെ അല്ലേ ചെയ്യുന്നത്? നമുക്ക് അറിയുന്ന കുറെ പ്രോജക്ട്സ് ഉണ്ടോ? കുറെ പ്രോബബ്ലി കുറെ പ്രോജക്ട്സ് ഉണ്ടായിരുന്നു പുള്ളിയോടൊപ്പം. ആണെങ്കിൽ തന്നെ വലിയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ വലിയൊരു ഹൈദരാബാദിൽ തന്നെ വലിയൊരു. അപ്പം കുറെ ടോപ്പ് പ്രോജക്ട്സും കുറെ ടോപ്പ് ക്ലയൻസ് ഒക്കെ നമുക്ക് ഇഷ്ടംമാതിരി പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട് സാറ്. ചെയ്തിട്ടുമുണ്ട്, ഗവൺമെന്റ് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, സ്കൂൾസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഇഷ്ടംമാതിരി സംഭവങ്ങളുണ്ട്, കുറെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ആന്റണി ഇതിലൊക്കെ ഇൻവോൾവ് ആയിരുന്നു കുറച്ച്. ഞാൻ അതാണ് നമ്മള് ഈ ആർക്കിടെക്ചർ ഇന്റേൺഷിപ്സ് പോകുമ്പോൾ തന്നെ നമുക്ക് വരുന്ന വലിയൊരു ഗുണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടുത്തെ പെർഫോമൻസ് അനുസരിച്ച് നമുക്ക് കുറച്ചും കൂടെ വർക്ക് അസൈൻ ചെയ്ത് തരും. അപ്പം ഞാൻ അവിടെ ആയിരുന്നപ്പോൾ എനിക്കൊരു എന്നെ തന്നെ ഒരു റിസോർട്ട് പ്രോജക്റ്റ് ഏൽപ്പിച്ചായിരുന്നു. അപ്പം റിസോർട്ട് തന്നെ ഏൽപ്പിച്ചായിരുന്നു. അവിടെ എനിക്കൊരു ഉദയ്പൂരിലൊരു ഓൾമോസ്റ്റ് ഒരു 1 lakh സ്ക്വയർ ഫീറ്റിനടുത്ത് വരുന്ന മീറ്റർ സ്ക്വയർ വരുന്ന ഒരു പ്രോജക്റ്റ്. ഫുൾ ഇറ്റ്സ് ഹ്യൂജ്. ഒരു 5 സ്റ്റാർ ഹോട്ടൽ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ചെയ്തോളാൻ പറഞ്ഞതല്ല, ഐ വാസ് ദ വൺ കോൺടാക്ടിങ് ക്ലയൻസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ്. തന്നെ നമ്മൾ ആർക്കിടെക്ചറിൽ GFCs ഒക്കെ ഉണ്ടാവും, ഗുഡ് ഫോർ കൺസ്ട്രക്ഷൻ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടാവും. സൈറ്റിലേക്ക് അയക്കുന്നതും സൈറ്റിലെ കൺസൾട്ടൻസ് ആയിട്ടും സിവിൽ, ഞാൻ ആദ്യം പറഞ്ഞില്ല, സിവിലും ഇതും കുറെ ഉണ്ടായിരുന്നു. ക്ലയൻസ് ആയിട്ട് സംസാരിക്കലും കൺസൾട്ടൻസ് ആയിട്ട് സംസാരിക്കുന്നത് കുറെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയും കുറെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അപ്പം ഇന്റേൺ ആയിട്ട് പോകുമ്പോൾ ഇതാണ്, നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് അവർ തന്നെ കണ്ട് നമുക്ക് പണികൾ തരും. അല്ലെങ്കിൽ നമുക്ക് ചോദിച്ച് മേടിക്കാം, സർ എനിക്കൊന്ന് ഇതിൽ, ഞാൻ വണ്ടിയുടെ കാര്യത്തിൽ അങ്ങനെയായിരുന്നു, ഞാൻ സാറിനൊന്നും ഇടയ്ക്കിടയ്ക്ക് ഒന്നും പറയായിരുന്നു, സർ എനിക്ക് വണ്ടികൾ ഭയങ്കര ഇഷ്ടമാട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ആണോ എന്നാ നമുക്ക് വണ്ടിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞ് അങ്ങനെയും തരുന്ന സാർ, ഞങ്ങളുടെ ഗുർജിത് സാർ അങ്ങനെയായിരുന്നു. അപ്പൊ സാർ അങ്ങനെ തന്നു. അങ്ങനെ കുറെ എക്സ്പീരിയൻസ് ചെയ്യാം. 6 months അടിപൊളിയായിരുന്നു. കഷ്ടപ്പാടുണ്ടായിരുന്നു, ഇഷ്ടമാതിരി കഷ്ടപ്പാടുണ്ടായിരുന്നു. ഈ പറയുന്ന പോലെ ഈ ലംബോർഗിനിന്റെ സന്തോഷം മാത്രമല്ല, കുറെ കഷ്ടപ്പാട്, അധികം കഷ്ടപ്പാടുണ്ട്. അപ്പം പിന്നെ ഒന്നാമത് ഏതോ നാട്ടിൽ പോയിട്ട് താമസിക്കണം. അതെ അതെ. അപ്പം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ അത് തീരുമാനിച്ചത് അതായിരുന്നു. കേരളയിൽ മാത്രം, ഞാൻ കേരളയിൽ തന്നെയാണ് ജനിച്ചതും വളർന്നതും സ്കൂളിംഗ് പഠിച്ചതും. ഇപ്പം കാലിക്കറ്റ് ബെസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ്പോഷർ ഉണ്ടെങ്കിലും പക്ഷേ കാലിക്കറ്റിലാണ്, ഞാൻ കാലിക്കറ്റ് തന്നെയാണ് പഠിക്കുന്നത്. അപ്പം എനിക്കൊന്ന് പുറത്തു പോയി ആ ഒരു ഫാക്ടർ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പം എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ അവരൊന്ന് വേറെ നാട്ടിലാണ് പോയി കോളേജൊക്കെ ചെയ്തത്. അപ്പൊ എനിക്കൊന്ന് പുറത്തു പോയി നിന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ അഹമ്മദാബാദിലേക്ക് ചൂസ് ചെയ്തത്. അങ്ങനെ ഭാഗ്യമുള്ളതുകൊണ്ട് എനിക്ക് കിട്ടുകയും ചെയ്തു. എന്റെ പോർട്ട്ഫോളിയോ കണ്ടിട്ട് സാർ കിട്ടുകയും ചെയ്തു എനിക്ക് അവിടെ. അപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അഹമ്മദാബാദും ചൂസ് ചെയ്തതും അവിടെ ഇങ്ങനെ പോയി പഠിച്ചതും. അപ്പം സ്വന്തം കാര്യങ്ങൾ നോക്കി എല്ലാം ഓഫീസിൽ പോകുന്നതാണ്. അപ്പം പ്രോപ്പർ ഒരു വർക്കിംഗ് കൾച്ചർ, വർക്ക് കൾച്ചർ എങ്ങനെയാണ്? രാവിലെ എണീക്കണം, സ്വന്തം ഫ്ലാറ്റിൽ എണീക്കണം, ഭക്ഷണം നോക്കണം, പോകണം, പണിയെടുക്കണം, പിന്നെ ഗാലറിയിലൊക്കെ ഇരിക്കണം, പിന്നെ തിരിച്ചു വരണം. അതെ, വണ്ടി ഓടിക്കണം, തിരിച്ചു വരണം. നല്ല പണിയുണ്ടായിരുന്നു. അതെ അതെ, നല്ല കുറെ ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കുറെ ലേണിംഗ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഡെഡ് ലൈൻസ് ഒക്കെ വരുമ്പോൾ ക്ലയൻസിന് ചിലപ്പം ഇങ്ങനെ ഡേറ്റുകൾ പറയും. നമ്മൾ ആദ്യമേ പറഞ്ഞു വെക്കുന്ന ഡേറ്റ്സ് ഉണ്ട്. അപ്പം ഇന്ന ദിവസം ഞാൻ ഇന്നത് തരാന്ന് പറയുന്ന ദിവസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അന്നത്തേക്ക് നമ്മൾ സംഭവങ്ങൾ തീർത്തു കൊടുക്കണം. ചിലപ്പം കുറച്ചൊന്ന് അവർ തരുന്ന കറക്ഷൻസ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെ കുറച്ച് ചിലപ്പം ഈ ഇന്റേൺഷിപ്സ് മോസ്റ്റ്ലി പെയ്ഡ് ആണോ അല്ലെങ്കിൽ ഫ്രീ ഇന്റേൺഷിപ്സ് ആണോ?
അത് നമ്മൾ സെലക്ട് ചെയ്യുന്നതനുസരിച്ച് പെയ്ഡ് ആയിട്ടുള്ളതുണ്ട്. ഐ വുഡ് സേ പെയ്ഡ് ഇന്റേൺഷിപ്സിന് പോവാം. കാരണം നമ്മൾ പെയ്ഡ് ആയ ഇന്റേൺഷിപ്സിന് പോകുമ്പോഴാണ് നമ്മുടെ വർക്കിന് ഒരു വാല്യൂ തരുന്നതെന്ന് ഞാൻ പറയുന്നത്. മറ്റേത് അൺപെയ്ഡ് പോകുമ്പോഴത്തേക്ക് നമ്മളെ നമുക്ക് എന്ത് പണിയും തരും, എന്ത് പണി എടുത്താലും നമുക്കും വലിയൊരു റെസ്പെക്ട് കിട്ടാത്ത പോലെ ഇല്ലാത്ത പോലെ വരും. നമുക്കൊരു ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പോലെയാണ്. കാരണം ഞാൻ ഇപ്പൊ പൈസക്കൊന്നുമല്ല പണിയെടുക്കുന്നുണ്ടൊക്കെ. എന്നെ ചീത്ത പറയുന്നത്. അതെ, ഞാൻ ഫ്രീ ആയിട്ട് ഇരുന്നില്ല. ഐ വുഡ് സേ ഗോ ഫോർ പെയ്ഡ് ഇന്റേൺഷിപ്സ്. നമ്മൾ അന്വേഷിച്ച നല്ല പെയ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്സ് ഉണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഡൽഹിയിലൊക്കെ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റൈപ്പിന്റെ. ഈ ഇന്റേൺഷിപ്സ് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം, അല്ലെ കോളേജ് പ്രൊവൈഡ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾ നെറ്റിൽ പോയി നല്ല ആർക്കിടെക്ട്സ് നോക്കി അവരെ ഫേംസിൽ അപ്ലൈ ചെയ്യണം. കോളേജിൽ പോയി കഴിഞ്ഞാൽ ആർക്കിടെക്ചറിൽ പ്രത്യേകിച്ച് ദർ ഇസ് നോ സ്പൂൺ ഫീഡിങ്. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം, തന്നെ റിസർച്ച് ചെയ്ത്. ഡിസൈൻസ് ആണെങ്കിൽ തന്നെ നമ്മുടെ ഫാക്കൽറ്റീസ് നമുക്ക് കറക്ഷൻസ് പറഞ്ഞുതരും, ക്രിട്ടിക്ക് തരും. പക്ഷെ നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടി വരും. നമ്മൾ എല്ലാം കണ്ട് എങ്ങനെയാണ് ഈ സംഭവങ്ങൾ വരുന്നത്, എങ്ങനെയാണ് ഈ സംഭവങ്ങൾ ജോയിനറി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ ഇന്റേൺഷിപ്പ് ഞങ്ങളുടേതും കോമഡി ആയിരുന്നു. ഞങ്ങൾക്ക് 4th സെമിസ്റ്റർ തുടങ്ങിയപ്പം 3rd സെമിസ്റ്റർ എൻഡ് ചെയ്ത് 4th സെമിസ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞു, നിങ്ങളുടെ നെക്സ്റ്റ് സെമിസ്റ്റർ ഇന്റേൺഷിപ്പ് ആണ്, ചെയ്തു അത്രേ ഉള്ളൂ. ചെയ്തു. ഓക്കെ. അപ്പൊ ഞങ്ങൾക്ക് അറിയുന്ന അത്രേ നിങ്ങൾക്കും അറിയില്ല. ബേസിക്കലി ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇന്റേൺഷിപ്പ് ചെയ്താൽ പറഞ്ഞു. അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേമുകൾ നോക്കി ഞങ്ങളൊരു ലിസ്റ്റ് ഉണ്ടാക്കി. അപ്പം ഓരോ ഓഫീസിൽ പോകുമ്പോഴും അവർക്ക് അവരുടേതായ സ്റ്റൈൽ ഉണ്ടാവും. അപ്പം ദാറ്റ് ഈസ് ഓൾസോ ഈസി വേ ടു ക്രാക്ക് ഇന്റേൺഷിപ്സ്. നമ്മൾ ആ പർട്ടിക്കുലർ ഓഫീസിന് വരുന്ന സ്റ്റൈൽ ചൂസ് ചെയ്തൊരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അവരെ എടുക്കാനുള്ള സാധ്യത ഇംപ്രസ് ചെയ്യാനുള്ള രീതിയിൽ നോക്കുക. അങ്ങനെ ചെയ്ത് പോവുക. അങ്ങനെയാണ് ഞങ്ങളും ഇന്റേൺഷിപ്പ് ചൂസ് ചെയ്തതും ഞങ്ങൾ കയറിയത് അങ്ങനെ. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു വളരെ ഹാൻഡ്സ് ഓൺ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഇന്റേൺഷിപ്പ്. അപ്പൊ എല്ലാ നല്ല കോളേജസിലും ഇന്റേൺഷിപ്പ് കമ്പൽസറി അല്ലേ? എല്ലാ കോളേജിലും ഇന്റേൺഷിപ്പ് കമ്പൽസറി. അത് വരുന്ന സെമിസ്റ്റേഴ്സ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അത് ചിലവര് ഞാൻ പറഞ്ഞ 4th ഇയർ വരുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു 1 year long ഇന്റേൺഷിപ്പ് ചെയ്യുന്നവരുണ്ടാവും. ചിലവരൊക്കെ കുറച്ചു കാലം മുമ്പ് വരെ 5th ഇയർ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട് നേരെ തന്നെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇതുണ്ട്. ഡിപ്പെൻസ് ഓൺ ദ കോളേജ്. ആന്റണി പഠിക്കുന്നത് NIT കാലിക്കറ്റിൽ. അപ്പോൾ NIT കാലിക്കറ്റ് എന്ന് പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ആർക്കിടെക്ട് ആയിക്കോട്ടെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജാണ്. ഓക്കെ. അപ്പം കേരളത്തിലെ അത്ര അടിപൊളി കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ലൈഫ് ആസ് എ 4th year സ്റ്റുഡൻറ്റ്, ഇപ്പോൾ 4th year ആണ്, ഒരു വർഷം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ എന്താണ് ഇത്രയും കാലത്തെ ലൈഫ്, അവിടുത്തെ എക്സ്പീരിയൻസ്, ലൈഫ് എക്സ്പോഷറിനെ പറ്റി പറയാനുള്ളത്? NIT പറയുകയാണെങ്കിൽ തന്നെ ഇൻ ജനറൽ NITസിൽ വരുന്ന ക്രൗഡാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്. കാരണം കൺട്രി തന്നെ ഇത്ര ആൾക്കാർ GE എക്സാം എഴുതിയിട്ട് വരുന്ന ഒരു ഭയങ്കര ഫിൽട്ടർഡ് ഔട്ട് ക്രൗഡാണ് അവിടെ വരുന്നത്. അപ്പൊ അത്രയും ബ്രില്യൻ മൈൻഡ്സ് ആണ് അവിടെ വന്ന് പഠിക്കുന്നത്. ആർക്കിടെക്ചറിനാണെങ്കിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയതുകൊണ്ട് അത്രയും റാങ്കും ഉള്ള ആൾക്കാർ. ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും ബെസ്റ്റ് ആർക്കിടെക്ട്സ് ഇവരുടെ ബാച്ചസ് ആയിരിക്കും. അപ്പം ആന്റണി അതിലുണ്ടാവും. അതേപോലെ ലൈക്ക് മൈൻഡഡ് അടിപൊളി ആൾക്കാരെ കിട്ടും. അതെ, അത്രയും ആ ഒരു കാലിബർ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. നമ്മൾ കുറച്ച് പിടിച്ചു വെക്കണം. അതെ, നമുക്ക് ആ ഒരു കോമ്പറ്റീറ്റീവ് മൈൻഡ് സെറ്റും വരും. കാരണം നമ്മൾ കാണുമ്പോൾ തന്നെ അറിയാം, ഓക്കെ നമ്മുടെ വർക്ക് ഇത്രയിൽ നിന്നാൽ പോരാ. ഞങ്ങളുടെ ക്ലാസ് റൂമിൽ നന്നായിട്ട് വരയ്ക്കുന്ന ആളായിരുന്നു ആന്റണി. ഒരു കോമ്പറ്റീഷനും ഇല്ല. അതെ. അപ്പൊ പക്ഷെ ഇവിടെ പോകുമ്പോൾ അങ്ങനെയല്ല. അല്ലല്ല, അവിടെയും നമ്മള് ഓക്കെ അയ്യോ എനിക്കത് നന്നായി വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരുണ്ടല്ലോ എന്ന് നമ്മൾക്ക് ഒന്നും അല്ലാതാവും. നമുക്ക് ശരിക്കും നമ്മള് ഇൻ ജനറൽ കോളേജിൽ പോകുമ്പോൾ തന്നെ നമ്മുടെ ഒരു മൈൻഡ് സെറ്റേ മാറും. നമ്മൾ ശരിക്കും ഫ്രം സ്ക്രാച്ച് പഠിച്ചു വരുന്ന രീതിയിൽ ആർക്കിടെക്ചറിൽ ഇതുപോലെ തന്നെ. അപ്പൊ NITയിൽ പഠിക്കുമ്പോൾ ഇതുപോലെ തന്നെ വളരെ ഡൈവേഴ്സ് ആയിട്ട് ക്രൗഡ്. അപ്പം എൻ്റെ തന്നെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ നോർത്ത് ലഡാക്ക് എന്നുള്ള ആൾക്കാരുണ്ട്, വെസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ എന്നുള്ള എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ. ബെസ്റ്റ് കോളേജിൽ എപ്പോഴും എല്ലായിടത്തും എത്തുമല്ലോ അവസാനം. അതെ. ഇന്ത്യ തന്നെ ആർക്കിടെക്ചറിൽ ബെസ്റ്റ് ആയതുകൊണ്ട് ഈ കോഴ്സ് പഠിക്കാൻ വേണ്ടി ഇന്ത്യ തന്നെ എല്ലാവരും ഡ്രീം ആയിട്ട് വരുന്നവരുണ്ടാവും. അതെ. കുറെ ആൾക്കാര് IIT ബോംബെ പോയിട്ട് എനിക്ക് എഞ്ചിനീയറിംഗ് ചെയ്യണം എന്ന് പറയും. അതേപോലെ തന്നെ ആർക്കിടെക്ചർ പഠിക്കാൻ വേണ്ടി എന്റെ കോളേജിൽ വരും. ഇതിപ്പം പഠിത്തം മാത്രമല്ലാതെ നോക്കുവാണെങ്കിൽ തന്നെ കുറെ ഫെസ്റ്റും കാര്യങ്ങളുണ്ട്. അപ്പം എല്ലാവരും കേരളത്തിലുള്ള ഒരാളാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. കാലിക്കറ്റിലാണെങ്കിൽ ഞങ്ങൾ ചെറുപ്പം മുതൽ കേൾക്കുന്നുണ്ട്. അതെ. രാഗം തത്വ എന്നുള്ള 2 വളരെ ഇമ്പോർട്ടന്റ് ഫെസ്റ്റുകൾ നടക്കുന്ന ഒരു കോളേജ്. അത് ആക്ച്വലി സ്റ്റുഡൻസ് അല്ലേ ഓർഗനൈസേഷൻ? അതെ, സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ. ഞാൻ ആ പോയിന്റിലേക്ക് വരുമായിരുന്നു. കാരണം ഇങ്ങനത്തെ ഇത്രയും വലിയ ബഡ്ജറ്റും ഇത്രയും വലിയ ഞങ്ങൾക്ക് പ്രോ ഷോസ് എന്ന് പറഞ്ഞ പരിപാടികളൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ ഇന്ത്യയിൽ തന്നെ ബിഗ് നെയിംസ് ഒക്കെ വരിക. അപ്പം വലിയ ആർട്ടിസ്റ്റ്. അപ്പൊ ഇവര് വന്ന് അവിടെ പെർഫോം ചെയ്യുമ്പോൾ ഇവരുടെ A to Z കാര്യങ്ങൾ നോക്കുന്ന സ്റ്റുഡൻസ്. ആ ഹോൾ ഫെസ്റ്റ് ഇസ് റൺ മാനേജ്ഡ്. എല്ലാ ഡീലിംഗ്സും നിങ്ങൾ വെറുതെ യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ NIT തത്വ, കാലിക്കറ്റ് തത്വ അല്ലെങ്കിൽ രാഗം യു കൻ സീ. നിങ്ങൾ നോക്കുമ്പോൾ
ഒരു നാഷണൽ ലെവൽ കോൺസേർട്ട് ഫെസ്റ്റിവലാണ് ഭയങ്കര ഹ്യൂജ് ഫെസ്റ്റ് ആണ് അത്. നമ്മുടെ കോളേജിൽ തന്നെയാണ് നടക്കുന്നത്. ഒരു ഓപ്പൺ ഫെസ്റ്റ് ആണ്. നമുക്ക് എല്ലാ വർഷവും നടക്കും. ഈ വർഷം കുറച്ച് കോംപ്ലിക്കേഷൻസ് ആർക്കും നടക്കാൻ പറ്റിയില്ല. പക്ഷെ എല്ലാ ഇയേഴ്സും നടക്കുന്ന വളരെ ഈ സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദി ബിഗസ്റ്റ് ഫെസ്റ്റുകളൊക്കെയാണ് രാഗം തത്വ എന്ന് പറയുന്നത്. സ്റ്റുഡൻസ് ആണ്. അതാണ് ഇമ്പോർട്ടൻറ്റ് കാര്യം. നമ്മൾ ഇങ്ങനത്തെ കോളേജിൽ പഠിക്കും, NIT പഠിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ വരാൻ പോകുന്ന സ്പോൺസേഴ്സ് ആണ് തന്നെ ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ സ്റ്റുഡൻറ് ഓർഗനൈസ് സംഭവമാണ്. അപ്പം നമുക്ക് വളരെ നല്ലൊരു എക്സ്പോഷർ കിട്ടും. നമുക്ക് ഈ സംഭവങ്ങൾ പഠിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു ഫെസ്റ്റ് നടത്തുന്നത്, എങ്ങനെയാണത് മാനേജ് ചെയ്യുന്നത്. അതെ, ഇത്രയും വലിയൊരു ക്രൗഡ് വരുന്നത്. ഇപ്പം ഞങ്ങൾ അറ്റ് എ ടൈം ചിലപ്പം ഈ പ്രൊഫഷേഴ്സിനൊക്കെ ഒരു 30,000 പീപ്പിളൊക്കെ വരും. അപ്പം ഇത്രയും വലിയൊരു ക്രൗഡിനെ പിള്ളേർ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെ വേറെ ആരുമില്ല. അപ്പം ഞങ്ങൾ തന്നെ സെക്യൂരിറ്റീസിന് ഓർഗനൈസ് ചെയ്യും. പിള്ളേർ തന്നെ ആയിരിക്കും ചിലപ്പോൾ സെക്യൂരിറ്റീസ്, ബോഡി ഗാർഡൊക്കെ ആയിട്ട്. അതെ, ഒരു ടീഷർട്ട് നമ്മൾ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഒരു ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് നമ്മൾ കയറി നിൽക്കും. നമ്മൾ തന്നെയാണ് ഫുൾ ടിക്കറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മളെല്ലാം ചെയ്യും. അപ്പം ഇതൊക്കെ വളരെ നല്ലൊരു സംഭവമാണ്. ഇതൊക്കെ എന്റെ കോളേജിലാണ് ഞാൻ പഠിച്ചത്. ഇതൊക്കെ ഭയങ്കര ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. ഇത് ലൈഫിൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ അതെ, നമ്മൾ ഇങ്ങനത്തെ ഇത്രയും വലിയൊരു ഫെസ്റ്റ് ചിലപ്പം എനിക്കല്ല, ഇതൊക്കെ ചിലപ്പോൾ വൺസ് ഇൻ ലൈഫ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇത്രയും വലിയൊരു ഫെസ്റ്റ് ഒബ്വിയസ്ലി ചിലരൊക്കെ അങ്ങനെ ആ ഒരു ഫീൽഡിലേക്ക് പോകുമായിരിക്കും. പക്ഷെ ആസ് എ ഹോൾ ആ ഒരു സ്റ്റുഡന്റ് ഗ്രൂപ്പ് ഇതിൽ നിന്ന് കുറെ പഠിക്കാനുണ്ട്. ആ ഒരു കമ്മ്യൂണിറ്റി തന്നെ ഒന്ന് ബിൽഡ് ചെയ്ത് വരുന്നത് ഈ ഇങ്ങനത്തെ കുറെ ഫെസ്റ്റും ഇങ്ങനത്തെ കുറെ ഇവന്റ്സ് ഒക്കെയാണ്. ഇപ്പൊ ഇങ്ങനത്തെ വലിയ വലിയ ഫെസ്റ്റിൽ ഇപ്പൊ ഈ പറഞ്ഞ രാഗം തത്വമൊക്കെ ഓപ്പൺ ആണ്. നമുക്ക് ഏത് കോളേജിലുള്ള ആൾക്കാർക്കും ഓപ്പൺ ഫെസ്റ്റ് ആണ്. നമുക്ക് കോളേജ് വന്നിട്ട് ഇത് ചെയ്യാം. ഇതല്ലാതെ തന്നെ കോളേജിൽ തന്നെ കുറെ പരിപാടികളുണ്ടാവും. അപ്പം ചെറിയ ചെറിയ മ്യൂസിക് ഷോസും ചില മൂവി നൈറ്റ്സ് ഉണ്ടാവും. ഞങ്ങളുടെ ഓഡിറ്റോറിയത്തിലൊക്കെ സ്റ്റുഡൻസിന് ഓർഗനൈസ് ചെയ്യുന്ന കുറെ ക്ലബ്ബുകളൊക്കെ വെച്ചിട്ട് അങ്ങനെയും കുറെ ഷോസ് ഒക്കെ ഉണ്ടാവും. ഞങ്ങളുടെ കോളേജിലുള്ളത് ക്ലബ്ബുകളൊക്കെ എല്ലാ കോളേജിലും കാണും തോന്നുന്നു ഇങ്ങനത്തെ മ്യൂസിക് ക്ലബ്ബ്, ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ടമുള്ള ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ചിലപ്പം സ്പീച്ചിനും ഡാൻസിനും പാട്ടിനും മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാ സ്കൂളിലും അങ്ങനെയൊക്കെ എക്സ്പോഷർ ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ വേറെ തന്നെ. അത് മാത്രമല്ലാതെ എക്സ്ട്രാ കുറെ ക്ലബ്ബുകളൊക്കെ ഉണ്ടാവും, ഇഷ്ടം മാതിരി ഉണ്ടാവും. നമുക്ക് സ്പോർട്സിനാണെങ്കിൽ സ്പോർട്സ്, നമുക്ക് നമ്മുടെ ആ ഒരു ഹോൾ ഇങ്ങനെ ഒരു സ്പെക്ട്രം കടന്നുകൊണ്ടിരിക്കുക. ബേസിക്കലി ലൈഫ് നിങ്ങൾക്ക് ഡിസ്കവർ ചെയ്യാം. നമ്മുടെ എല്ലാത്തിനും ഇതുണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ കോളേജിൽ തന്നെ ഒരു റേസിംഗ് ടീം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നിർഭാഗ്യവശാൽ റണ്ണിംഗ് റേസ് ആണോ കാർ റേസിംഗ് ആണോ? കാർ റേസിംഗ്. യെസ്, ഞാൻ ആക്ച്വലി കിരൺ സാർ എല്ലാവർക്കറിയാം. കിരൺ സാർ ആക്ച്വലി F1 പോലത്തെ കാർ ഉണ്ടാക്കുന്ന ടീമിലുണ്ടായിരുന്നു. അത് ഓടിച്ചിട്ടുമുണ്ട്. അപ്പം ആസ് ആർക്കിടെക്ചർ സ്റ്റുഡൻസ് ഞാൻ പഠിക്കുന്നവരെ ഉണ്ടായിരുന്നില്ല. നമുക്ക് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് വേണം ആ ടീമിലേക്ക് കയറണമെങ്കിൽ. ഇപ്പം മാറിയോ? ഇല്ലല്ല, ഞാൻ ഉള്ളപ്പോഴും അങ്ങനെ തന്നെ ടിൽ നൗ നിങ്ങളുടെ NIT കാലിക്കറ്റ് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതെ, ഇങ്ങനത്തെ ഇഷ്ടം ഞാനിത് പറയാൻ വന്നത് കാരണം ഇങ്ങനത്തെ കുറെ ഫീൽഡുകളുണ്ട്. ഇപ്പം എയറോപ്ലെയിൻസ് ഡിസൈൻ ചെയ്യുന്ന കുറെ എയർക്രാഫ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ടീമുണ്ട്. ഇതുപോലെ തന്നെ റേസിംഗ് ടീമുണ്ട്. അപ്പം ഇഷ്ടമാതിരി ടീംസ് ഉണ്ട്. ബാസ്കറ്റ്ബോൾ, ഇഷ്ടമാതിരി ഉണ്ട്. നമുക്ക് ഇനി സപ്പോസ് നിങ്ങളായിട്ട് തന്നെ പുതിയൊരു ക്ലബ് തുടങ്ങാം. ഒരു ജസ്റ്റ് ഒരു ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ എന്റെ ഫ്രണ്ട് ഇപ്പൊ പോട്ടറി പഠിക്കാൻ തുടങ്ങി. പോട്ടറി വേണമെങ്കിൽ അത് തുടങ്ങാം. കുറച്ച് ആൾക്കാരെ വിളിക്കുക, പോട്ടറി ക്ലബ് തുടങ്ങാം. എന്ത് വേണമെങ്കിലും ചെയ്യാം. യു കെൻ ഡു വാട്ട് എവർ യു വാണ്ട്. നമ്മൾ നോട്ട് വാട്ട് എവർ യു വാണ്ട്. നമുക്ക് ക്ലബില് പെർമിഷൻസ് ഒക്കെ വേണം. പക്ഷെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നമുക്ക് ക്ലബ്ബായിട്ട് നമുക്ക് പരിപാടികൾ ഓർഗനൈസ് ചെയ്യാം. നമുക്ക് കോളേജിൽ നടന്ന ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരു കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും നല്ല കോളേജിൽ പോയാലേ ഇതൊക്കെ കിട്ടുള്ളൂ. ഇപ്പം ആന്റണിക്ക് പറഞ്ഞു തീരാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. ഈ ഒരു വീഡിയോയിൽ ഒരിക്കലും നിങ്ങില്ല, നമുക്ക് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം. ആൻഡ് വളരെ നല്ലൊരു ക്രൗഡിന് ഇപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും സീനിയേഴ്സ് ആണെങ്കിലും ഫാക്കൽറ്റി ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസും അങ്ങനത്തെ കോളേജിൽ പോകുമ്പോൾ വളരെ നമുക്കിപ്പം ഞങ്ങളുടെ ഓരോ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ഇങ്ങനെ ഇത് പറയുമ്പോഴത്തേക്കും ഇങ്ങനെ BArch പഠിച്ച് എംപ്ലാൻ പഠിച്ച് PhD എടുത്ത് എത്രയോ ഡോക്ടറേറ്റ്സ് ഉള്ള ആൾക്കാരൊക്കെ ആയിരിക്കും പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വളരെ എക്സ്പീരിയൻസ് ഫാക്കൽറ്റീസ്, എക്സ്പീരിയൻസ് സീനിയേഴ്സ്. ഇപ്പോൾ ഇതുപോലെ തന്നെ മാസ്റ്റേഴ്സും പഠിക്കാൻ ഞങ്ങളുടെ കോളേജിൽ എംപ്ലാൻ ഉണ്ട്. മാസ്റ്റേഴ്സ് ഇൻ പ്ലാനിങ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ കൂടിയാണ് ഞങ്ങൾക്ക്. അപ്പം അവിടെ വരുന്നവരെ തന്നെ ഇതുപോലെ തന്നെ വളരെ ബ്രില്യൻ മൈൻഡ്സ് ആണ് വരുന്നത്. ഇന്ത്യയിൽ നിന്ന് പല ഭാഗത്ത് പഠിച്ചിട്ട് വരുന്ന ആൾക്കാരായിരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം വെരി ഗുഡ് സീനിയേഴ്സ്, വെരി ഗുഡ് ജൂനിയേഴ്സ്, ബാച്ച്മേറ്റ്സ് ആണെങ്കിൽ തന്നെ വളരെ നല്ലൊരു ക്രൗഡായിരിക്കും. ലൈഫ് അങ്ങ് അപ്പാവും അല്ലേ? അതെ, നമ്മുടെ ഒരു എക്സ്പെക്ടേഷൻ, നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ആൾക്കാരൊക്കെ ഒന്ന് ഇതാവും. കണ്ടുവരുന്ന ആൾക്കാർ അത് നമുക്ക് കോളേജിൽ കയറുമ്പോൾ മനസ്സിലാവുക. നമുക്ക് ആ ഒരു ക്രൗഡ് കംപ്ലീറ്റ്ലി ഒന്ന് ഇതായി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം ഒരു ചെറിയ ഡോസ് മനസ്സിലായിട്ടുണ്ടാവും ഓഫ് ദ ബിഗ് പിക്ചർ. ഒരു നല്ല കോളേജിൽ പോയാൽ അപ്പോൾ നിങ്ങൾക്ക് NIT കാലിക്കറ്റ്, നിങ്ങൾ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ, ആർക്കിടെക്ചർ ആയിക്കോട്ടെ, എപ്പോഴും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോളേജാണ്. അപ്പോൾ അടിപൊളി കോളേജിൽ പോകാൻ നോക്കാം. അടിപൊളി കോളേജ് വേണമെങ്കിൽ ഇങ്ങനെ ഓൾ ഇന്ത്യ റാങ്ക് വേണം, പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഇനിയിപ്പം ഒരു ക്വസ്റ്റ്യനും കൂടി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം BArch കഴിഞ്ഞു,
ഇപ്പോൾ BArch ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞിട്ട് യൂഷ്വലി ഒരാൾ വർക്കിലേക്കാണോ പോവുക, അല്ലെങ്കിൽ MArch ആണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? എന്താണ് അതിൻ്റെ ഒരു ഫ്ലോ? ഓക്കെ, എൻ്റെ ഒരു പോയിന്റ് ഓഫ് പെർസ്പെക്റ്റീവിൽ നോക്കുവാണെങ്കിൽ തന്നെ നമ്മൾ BArch കഴിഞ്ഞിട്ട് നോർമലി ജനറലി കണ്ടുവരുന്ന ആൾക്കാരെല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ഏതെങ്കിലും ഫേമിലായിരിക്കും. തുടങ്ങുന്നില്ലല്ലോ ആരും. അപ്പം ഉണ്ടാവുന്ന അറിയാവുന്ന കുറെ സീനിയേഴ്സ് ഉണ്ട്, സ്വന്തമായിട്ട് ഫേം എടുത്ത് സ്വന്തമായിട്ട് വർക്ക് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. സി നമുക്ക് വി കൻ നെവർ പ്രെഡിക്ട് നമ്മൾ എപ്പോഴാണ് ക്ലിക്ക് ആകാൻ പോകുന്നത്. സി പഠിച്ചു കഴിയുമ്പോൾ തന്നെ വി ആർ ഓൾ ആർക്കിടെക്ട്സ്. നമുക്ക് ഒരു വീട് പണിയാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാൻ പറഞ്ഞാൽ നമുക്കറിയാം. ചെറിയൊരു എക്സ്പീരിയൻസ്, ചെറിയൊരു പേടി ഉണ്ടാവില്ല, സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലോ. ഇതൊന്നും മാറ്റാൻ വേണ്ടിയിട്ടാണ് കുറെ പേര് ഒന്ന് പരിചയപ്പെട്ട് ഒരു ആർക്കിടെക്റ്റിന്റെ അടിയിൽ നിന്ന് പഠിക്കുന്നത്, ഒരു അപ്രന്റീസ് പോലെ നിന്ന് പഠിക്കുന്നത്. പിന്നെയാണ് നോർമലി എല്ലാവരും സ്റ്റുഡിയോസിൽ കയറി സ്വന്തം സ്റ്റുഡിയോസ് ഒക്കെ തുടങ്ങി പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി അഥവാ ഇപ്പം എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ മാസ്റ്റേഴ്സ് പഠിക്കുന്ന കുറച്ചും കൂടിയും ടീച്ചിങ് ഓറിയന്റഡ് പോവുകയാണെങ്കിൽ, റിസർച്ച് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് മാസ്റ്റേഴ്സ് എടുത്ത് PhD എടുത്ത് അങ്ങനെയൊക്കെ പഠിക്കാൻ പ്രൊഫസേഴ്സ് ആവാം, അല്ലെങ്കിൽ അതിന്റെ റിസർച്ച് വിങ്ങിലേക്കും അങ്ങനെയും പോവാം. ഇപ്പൊ അതുപോലെ തന്നെ സെൻട്രൽ ഫണ്ടഡ് കുറെ സ്കോളർഷിപ്സ് വരും, കുറെ പ്രോജക്ട്സ് വരും. അപ്പൊ നമ്മൾ മാസ്റ്റേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ കൂടുതൽ അങ്ങനെ വരാം. അപ്പൊ എനിക്ക് കുറെ സീനിയേഴ്സിനെ അറിയാം, ഞങ്ങളുടെ NIT തന്നെ ഉള്ളത്. ഞങ്ങളുടെ ഫാക്കൽറ്റീസിന് കുറെ പ്രോജക്ട്സ് വരും. ഈ സെൻട്രൽ ഫണ്ടഡ് കോളേജ് ആയതുകൊണ്ട് കുറെ പ്രോജക്ട്സ് വരും. സെൻട്രൽ നിങ്ങളുടെ ടീച്ചേഴ്സും ജോലിയുണ്ട് ആർക്കിടെക്ചർ, അതൊരു സ്റ്റുഡിയോ പോലെ തന്നെയാണ്. ഞങ്ങളുടെ ഫാക്കൽറ്റീസിന് ഇത്രയും നല്ല ആൾക്കാരുള്ളപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസ് ഉണ്ട്, അവർ ഡിസൈനിങ് കുറെ കാര്യം. അതെ കുറെ ഇപ്പം എഞ്ചിനീയറിംഗ് സൈഡ് ആണെങ്കിൽ തന്നെ ഞങ്ങളുടെ NIT തന്നെ കുറെ സ്പെഷ്യലൈസ്ഡ് ലാബ്സും ഉണ്ട്. അപ്പം കുറെ കോളം ടെസ്റ്റിംഗ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾക്കൊക്കെ ഞങ്ങളുടെ കോളേജിലാണ് വരുന്നത്. അപ്പം അത് പറയാൻ കാരണം നമ്മുടെ ഫാക്കൽറ്റീസ് ഒക്കെ ഇതുപോലെ കുറെ പ്രോജക്ട്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവും. അപ്പം അതിൽ നമുക്ക് ചിലപ്പം ഒരു റിസർച്ച് ഇതായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഭാഗം നമുക്കും കിട്ടും പണിയെടുക്കാൻ എന്നുള്ള രീതിയിൽ. അങ്ങനെയും ഒരു ഓപ്ഷൻ, അതാണ് പഠിത്തത്തിന്റെ മെയിൻലി നമ്മുടെ ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ജോബിന്റെ സ്കോപ്പിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. നിങ്ങൾ നല്ല കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാംബോർഗിനി ഉള്ള അല്ലെങ്കിൽ ആ ലെവൽ വരെ എത്താം. ഡിപ്പെൻഡ്സ് ഓൺ യുവർ സ്കിൽ ആൻഡ് നിങ്ങളുടെ ബ്രാൻഡ് വാല്യൂ ഒക്കെ ആയിരിക്കും. നമ്മൾ ശരിക്കും നമ്മുടെ ഹാർഡ് വർക്ക് അനുസരിച്ചാണ് ഇതിൽ ഈ ഫീൽഡിൽ പ്രോപ്പർ ഹാർഡ് വർക്ക് നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്ന ആൾക്കാരായിട്ട് അത് ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മുടെ എല്ലാം വരുന്നത്. ഒരു +1 +2 ആർക്കിടെക്ട് ആസ്പിറന്റിനോട് എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനുണ്ടോ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ബി കൺസിസ്റ്റന്റ്. കൺസിസ്റ്റൻസി ഈസ് ദ കീ. ആർക്കിടെക്ചർ പഠിച്ച് JEE ക്രാക്ക് ചെയ്യണേ തന്നെ, ഇൻ ജനറൽ JEE ക്രാക്ക് ചെയ്യണേ തന്നെ, പേപ്പർ 2 മാത്രമല്ല, കൺസിസ്റ്റൻസി ആണ്. ദാറ്റ് ഈസ് ദ കീ. പഠിക്കുമ്പോൾ തന്നെ ടൈം മാനേജ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ലൈഫ് വിൽ ബി ഈസി. അത് ഏത് ഫീൽഡാണെങ്കിൽ തന്നെ. ആർക്കിടെക്ചറിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ട് പറയാം, കാരണം നമ്മുടെ കോഴ്സും നമ്മുടെ കരിക്കുലം ഒക്കെ എല്ലാ കോളേജസിലും കുറച്ച് റിഗറസാണ്. കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും, ചില സ്ലീപ്ലെസ് നൈറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു ഇതായിട്ട് എടുത്ത് നമ്മൾ ഇത് പോവുക. അപ്പം പ്രോപ്പർ ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ എവറിത്തിങ് വുഡ് ബി ഈസി. നമ്മൾ ജസ്റ്റ് പഠിത്തം മാത്രം നമ്മുടെ റൂമിൽ മാത്രം ഒതുങ്ങി പോകാതെ ഞാനീ പറഞ്ഞ ക്ലബുകളിലും ഈ കോളേജിൽ തരുന്ന എല്ലാ ഫെസിലിറ്റീസും നമുക്ക് നന്നായി ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ ഞാൻ പറയാൻ പറ്റുകയാണെങ്കിൽ ബെസ്റ്റ് അഡ്വൈസ്. ബി കൺസിസ്റ്റന്റ്. BArch അല്ല, ബി കൺസിസ്റ്റന്റ്. ചളി. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കണ്ടു BArchഉം NITന്റെ ലൈഫും, എന്താണ് ഒരു ആർക്കിടെക്ചറിന് ആവശ്യമുള്ളതും, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എല്ലാം കണ്ടു. അപ്പോൾ എല്ലാത്തിനും ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ആന്റണി, ജോബി, ഓൾ ഇന്ത്യ റാങ്ക് 350 ആൻഡ് എൻ്റെ ക്ലാസ്മേറ്റ് ഇൻഫ്രാൻ. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇനിയും വീഡിയോസ് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ തീർച്ചയായും വരൂലേ? ഉറപ്പായിട്ടും അലൻ സാർ വിളിക്കാൻ എന്തായാലും നമ്മൾ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അടിപൊളി വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു. സബ്സ്ക്രൈബ്.